നാമം ജപിക്കേണ്ട, മനസ്സ് ശാന്താവണില്ല. നാമം ജപിക്കണുണ്ട്, നമശിവായ ജപിക്കണുണ്ട്, നാരായണ നാമം ജപിക്കണ്ട, നല്ലത്. ആരാ ജപിക്കുന്നതെന്ന് നോക്ക്. എങ്ങനെയാ പറയാ? ആരാ ജപിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് ജപിക്കേ, ഇത്രേ പറയുള്ളൂ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശംഖചക്രഗദാപത്മധാരിണേ ഗുരുരൂപിണേ ഗുരുവായൂപുരേശായ തുഭ്യം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. മുത്താഴം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മുള്ളിന്മേലും കിടക്കണം എന്നാണ് ശാസ്ത്രം. മുത്താഴം കഴിഞ്ഞാൽ മുള്ളിന്മേലും കിടക്കണം, അത്താഴം കഴിഞ്ഞാൽ അരക്കാതം നടക്കണം. മുത്താഴം കഴിഞ്ഞാൽ മുള്ളിന്മേൽ കിടക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇടതുവശം ചരിഞ്ഞ് ഒരു അരമണിക്കൂർ പൂച്ചമയക്കം എന്നാണ് കേട്ടോ പറഞ്ഞേക്കണേ. അപ്പോൾ ഇവിടുന്ന് മയങ്ങേണ്ടവർക്ക് മയങ്ങാം, അതിന് തെറ്റില്ല എന്ന് പറയാം. കാരണം ശരീരം എന്ന് പറയുന്നത് തന്നെ തമോ ഗുണത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ സ്വാഭാവികമായ സ്വഭാവം തന്നെ അലസത, മടിയാണ്, അല്ലേ? സംശയമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം നല്ല എന്താ പറയുക, നിരവധി ഇവിടെ ഈ ക്ഷേത്രത്തിൽ കഥകളിയൊക്കെ നടക്കാറുണ്ടാവുമല്ലോ, അല്ലേ? കഥകളി നടക്കാറുണ്ടോ? അവിടെ ഉത്സവമൊക്കെ ഉള്ള അമ്പലമാണോ? ആണോ? അറിയില്ല. കഥകളിയിലെ സന്താനഗോപാലം കഥ കുറച്ച് മുമ്പ് ഇവിടെ ഒരു കുചേല ബ്രാഹ്മണനും കൃഷ്ണനും കൂടെ ഉള്ളൊരു മനോഹരമായ രംഗം ആടി. അപ്പം ഞാൻ ആ കഥകളിയിലെ പദം ഓർമ്മ വന്നു. നാഥ ഭവച്ചരണം. ഓർമ്മയില്ലേ? നാഥ ഭവൽ ചരണം ദാസരാമി ജനാനാം. അവൾ വളരെ പ്രശസ്തമായ കഥകളിൽ എനിക്ക് പാടാൻ അത്ര നിശ്ചയമില്ല. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനത് കുറച്ച് നന്നായിട്ട് പാടാനൊക്കെ ശ്രമിച്ചേനെ. അത്ര മനോഹരമാണത്, നല്ല ഗംഭീരമായ പദമാണ് സന്താനഗോപാലത്തിൽ. ആ പദമാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം അവിടെ ഇരുന്നപ്പോൾ ഓർമ്മ വന്നത്. ആ ബ്രാഹ്മണൻ്റെ ഒരു ഭാവം, തൻ്റെ കുട്ടികളെ, നഷ്ടപ്പെട്ട കുട്ടികളെ തിരിച്ചു കിട്ടുമ്പോഴും അതിനു മുമ്പും ഭഗവാനോട് ചെന്ന് പറയുന്ന എന്തുകൊണ്ടായിരിക്കും ഈ ക്ഷേത്രത്തിലൊക്കെ ഈ കഥകളി, ചാക്യാർ കൂത്ത്, ഓട്ടം തുള്ളൽ, കുറത്തിയാട്ടം, ഇങ്ങനെയുള്ള നങ്ങിയാർ കൂത്ത്, ഇങ്ങനെയുള്ള ക്ഷേത്രകലകൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താ കാരണം? ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രകലകൾ വളരെ കുറവാണ് ക്ഷേത്രത്തിൽ. എന്താ കാരണം? അതിലെല്ലാം ഭക്തിരസം, അതിൻ്റെ ഭക്തിരസത്തിൻ്റെ ചരട് നന്നായിട്ട് മുറുക്കും. എല്ലായിടത്തും ശ്രദ്ധിച്ചോളൂ, വാക്കുകൾ ശ്രദ്ധിച്ചോളൂ. ഭക്തിരസം വർദ്ധിപ്പിക്കുന്ന കലകളാണ് ക്ഷേത്രത്തിൻ്റെ അകത്ത് നമ്മൾ നടത്താറുള്ളത്. അപ്പോൾ പണ്ട് കാലത്ത് നമുക്ക് ഈ ടി വിയും ഇപ്പോഴത്തെ ഈ ഇതൊന്നും ഇല്ലല്ലോ. ഈ കാലഘട്ടത്തിലൊന്നും അല്ല നമ്മൾ ടെക്കിയല്ല. ഇപ്പോഴത്തെ പുതിയ വാക്കാണ് ടെക്കിയാണ്. ടെക്നോളജി ഡെവലപ്പ് ആയ ടെക്കി എന്നുള്ള വാക്കൊക്കെ കുട്ടികൾ ഉപയോഗിക്കുക, പുതിയ ന്യൂ ജനറേഷൻ. നമ്മളത് കേൾക്കുമ്പോൾ എന്താണെന്ന് നമുക്കൊരു പിടികിട്ടില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷേ ക്ഷേത്രകലകളിലെല്ലാം തന്നെ ഈ ഭക്തിരസം വർദ്ധിപ്പിക്കുന്നതായിരുന്നു. നമ്മൾ പണ്ട് കാലത്തേക്ക്, നമ്മുടെ പഴയ കാലത്തേക്കുന്ന ഓർമ്മകളിലേക്ക് പോയാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഏതായാലും ഇന്ന് നമുക്ക് സ്മരിക്കേണ്ട വിഷയം 89-ാം അധ്യായമാണ്. ദശമസ്കന്ധം അറിയാലോ. എൻ്റെ ഗുരുനാഥൻ പാലേലി മാഷ് അല്ലെങ്കിൽ പാലേലി തിരുമേനി പറയും, ദശമം എന്ന് പറയുന്നത് ഭാഗവതത്തിൻ്റെ ഹൃദയമാണ്. അനുഭൂതിയുടെ തലത്തിൽ നിന്ന് പതുക്കെ ഏകാദശ സ്കന്ധത്തിലെ വിചാരമധുരമായ
തലയിലേക്ക് എത്തിക്കുക. ആദ്യം അനുഭൂതിയുടെ തലമാണ്, ഹൃദയമാണ് നമ്മുടെ 3 കൂടങ്ങൾ അറിയാലോ. വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം. ഈ 3 കൂടങ്ങളാണ് ശരീരത്തിൽ. നമുക്കറിയാം വാഗ്ഭവകൂടൈക സ്വരൂപ മുഖപങ്കജ കണ്ഠാതക്കടിപര്യന്ത മധ്യകൂട സ്വരൂപിണി ശക്തികൂടൈകതാപന്ന കട്യതോ ഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രയകളേബര കുളാമൃതൈകരസിക. അമ്മമാർ കൂടെ ചൊല്ലുന്നുണ്ട് അല്ലേ, അതിൻ്റെ ശക്തിയാണതല്ലേ. ആ 3 കൂടങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അല്ലേ. ആ 3 കൂടങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഹൃദയസ്ഥാനത്തെ അനുഭൂതികളേക്ക് ഉണർത്തുന്നതാണ് ദശമസ്കന്ധം എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അത്രയും പ്രാധാന്യം ദശമസ്കന്ധത്തിനുണ്ട്. നിങ്ങൾക്കറിയാം, ഭഗവാന്റെ കൃഷ്ണകഥകൾ കേട്ടാൽ, കൃഷ്ണന്റെ നാമം കേട്ടാൽ മതി, ആകർഷിക്കപ്പെടും. ആ കൃഷ്ണന്റെ കൊച്ചു ബാലലീലകളുള്ള ഭഗവാന്റെ ഉണ്ണിക്കണ്ണന്റെ കഥകൾ കേട്ടാൽ ഏതു മനുഷ്യന്റെ മനസ്സാണ് അതിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കുക? ഈശ്വരനില്ല എന്ന് പറയുന്നവൻ പോലും അറിയാതെ ആ ഭഗവാന്റെ നാമത്തിലേക്ക്, ഭഗവാന്റെ ആ ഗുണകഥകളിലേക്ക്, ഭഗവാന്റെ മഹിമകളിലേക്ക് ആകർഷിക്കപ്പെടും. അറിയാതെ ആകർഷിക്കപ്പെടുക, ഡിസോൾവ് ചെയ്തു പോവുക. ഇതാണ് ഇതിൻ്റെ യോഗസൂത്രം. പതഞ്ജലിയുടെ യോഗസൂത്രം മനോഹരമായി ഭക്തിയിലൂടെ നിബന്ധിച്ചു വെച്ചിരിക്കുക. പതഞ്ജലിയുടെ യോഗസൂത്രമൊക്കെ ഇന്നത്തെ കാലത്ത്, കലികാലത്ത് പഠിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ശ്വാസമൊക്കെ പിടിച്ച് 8 സെക്കൻഡ് പോലും ഏകാഗ്രത കിട്ടില്ല, കലികാലമല്ലേ. അപ്പോൾ ഭക്തിയോഗത്തിലൂടെ അതിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള വളരെ സൂത്രമാണ്. നമ്മൾ ജന്മാദ്യസ്യ ചൊല്ലുമ്പോൾ പറയും ജന്മാദി അസ്യ യതഃ. അതൊക്കെ സൂത്രമാണ്, ബ്രഹ്മസൂത്രമാണ്. ബ്രഹ്മമാണ് ഭാഗവതത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. വളരെ ഗഹനമാണ് ഭാഗവതം, എന്നാൽ വളരെ ലളിതവുമാണ്. ഒരേ സമയം ഗഹനമാണ്, അത്യന്തം ലളിതവുമാണ്. വളരെ ലളിതമായതുകൊണ്ടാണ് നമ്മുടെ മനസ്സിന് അതിനെ ഗ്രഹിക്കാൻ സാധിക്കാത്തത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി. വളരെ ലളിതമാണ് ഭാഗവതം, പക്ഷേ എന്നാൽ ആ ലാളിത്യം കൊണ്ട് തന്നെയാണ് ആ ഗഹനത വരുന്നത്. ഇവിടെ 89-ാം അധ്യായത്തിലാണ് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്തിന് സന്താനഗോപാലം കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതിനു മുൻപ് ഇതുപോലെ തന്നെ ഒരു സത്രം സരസ്വതീ നദീതീരത്ത് നടന്നു. എന്താ സത്രം അറിയാലേ? ഒരാളിരുന്ന് ഭഗവാന്റെ കഥകൾ പറയുക, ഭഗവാന്റെ ഗുണങ്ങളെ വർണ്ണിക്കുക, ഭഗവാന്റെ മഹിമകളെ കീർത്തിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും കേട്ടിരിക്കുക. അത് കഴിയുമ്പോൾ കേട്ട ഒരാളിരുന്ന് പറയാൻ തുടങ്ങും, മറ്റുള്ളവർ കേട്ടിരിക്കുക. ഇതാണ് സാധു സംഗമം. കലിബാധ ഏൽക്കാതിരിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താ? വിഷയചിന്തകളെ ഉപേക്ഷിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അർത്ഥകാമന്മാരാ നമ്മളല്ല, ഞാനും നിങ്ങളും എല്ലാവരും അർത്ഥകാമന്മാരാ. അർത്ഥകാമന്മാർക്കാണ് ഭക്തിയോഗം ഉപദേശിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പം സരസ്വതീ നദീതീരത്ത് ചെന്നിട്ട് ഈ മഹർഷിമാരെ ഇങ്ങനെ വിചാരം ചെയ്തു. അവിടെ നടക്കുന്നത് ഒരു ഡയലോഗാ, ഡിബേറ്റ് അല്ല, സംവാദമാണ്. ഒരാളിരുന്ന് കഥ പറയുക, മറ്റുള്ളവർ ബി ടുഗദർ ആണ്. നമ്മൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ആ പരമമായ സത്യത്തെ, പരബ്രഹ്മസ്വരൂപമായ സത്യത്തെ അനുഭവിച്ചറിയുവാനുള്ള ഒരു ശ്രമം ആണ്. ഇതും അപരവിദ്യ തന്നെയാണ് കേട്ടോ. പരാവിദ്യ എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ ഒരൊറ്റ കാര്യമുള്ളൂ. ഏകാന്തമായി ഒറ്റയ്ക്കിരുന്ന് ശ്രവണം ചെയ്ത കാര്യം മനനം ചെയ്ത കാര്യം നിധിധ്യാസം ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്ത് അപരോക്ഷ അനുഭൂതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മാത്രമേ അത് പരാവിദ്യ ആകുന്നുള്ളൂ. ബാക്കി ഭാഗവതവും ദേവീ ഭാഗവതവും വേദങ്ങളും ഭഗവത്ഗീതയും സംഹിതകൾ സന്താനം ചെയ്യപ്പെട്ടതെല്ലാം എന്തിലാ പെടുക? അപരാവിദ്യയാണെന്നും കൂടി മനസ്സിലാക്കണം. അതും മായയുടെ അകത്ത് തന്നെയാണ്. ഭാഗവതവും മായയുടെ അകത്താണെന്ന് ഭക്തജനങ്ങളെ ഞാൻ വളരെ വിനയപൂർവ്വം, നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ഇതുകൊണ്ട് എന്താ ഗുണം? ഒരു ബ്ലൂ പ്രിന്റ് കിട്ടും. എങ്ങോട്ടേക്കാണ് ജീവിതയാത്ര ചെയ്യേണ്ടതെന്നുള്ളൊരു ബ്ലൂ പ്രിന്റ് കിട്ടും. കറക്റ്റായിട്ട് എങ്ങോട്ടാണ് നമ്മുടെ ലക്ഷ്യം, എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം, എന്താണ് മനുഷ്യജീവിതം, എങ്ങനെയാണ് സാർത്ഥകമാവുക. അങ്ങനെ വിചാരം ചെയ്തപ്പോൾ മഹർഷിമാർക്ക് തമ്മിൽ ഒരു ചെറിയൊരു വാക്തർക്കം ഉണ്ടായി. എന്താണ്? ഈ ത്രിമൂർത്തികൾ 3 ഗുണങ്ങളാക്കി നമ്മുടെ രാമായണം വായിക്കുന്ന അമ്മമാരാണ്, അറിയാലോ. രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളെ അംഗീകരിച്ചിട്ടാണ് ത്രിമൂർത്തികൾ പോലും അവതാരം ചെയ്തിരിക്കുന്നത്. ആ 3 ത്രിമൂർത്തികളിൽ ആരാണ് മഹാൻ? പോരെ, ആരാണ് മഹാൻ? ഇതാണ് സംശയം. അപ്പോൾ ഉടനെ തന്നെ ബ്രഹ്മപുത്രനായ ഭൃഗു മഹർഷിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പരീക്ഷിച്ചറിയാം. എന്തും ഭാരതത്തിലെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല, ഭാഗവതം വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല, എക്സ്പ്ലോർ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. കം സിറ്റ് ടുഗദർ, നമുക്ക് അടുത്ത് വന്നിരിക്കാം. ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ, ഇത്രയും അകലം പോലും പാടില്ല, വളരെ അടുത്തിരുന്നു കൊണ്ട് ഒന്നിച്ച് ഒരു ഇൻഫോർമലായ ഒരു ഡയലോഗിലൂടെ നമുക്കൊന്ന് മനനം ചെയ്തു നോക്കാം, വിചാരം ചെയ്തു നോക്കാം എന്നാണ് ഭാരതീയ ഫിലോസഫികൾ മുഴുവൻ പറയുന്നത്. വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല, എക്സ്പ്ലോർ ചെയ്യാനാണ് പറഞ്ഞിരിക്കണേ.
എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം, അന്വേഷിക്കണം. അന്വേഷിക്കുന്നവർക്കേ കണ്ടെത്താൻ പറ്റൂ. വിശ്വാസിയും അവിശ്വാസിയും ഇരുട്ടിൽ തപ്പും. അന്വേഷിക്കുന്നവൻ തീവ്രമായി അന്വേഷിക്കുമ്പോൾ ഒടുവിൽ അകത്തിരിക്കുന്ന ഗുരുവായൂരപ്പനെ കണ്ടെത്തും, അനുഭവിച്ചറിയണം. ഇതല്ലേ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. കുറച്ച് കഥ കേട്ടു, 10 ദിവസം സത്രം നടത്തി, നമ്മൾ കുറേ കേട്ടു, കുറേ നമ്മുടെ മനസ്സിൽ നിന്നു, കുറേ ഒഴുകിപ്പോയി, വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. ജീവിതത്തിന് പ്രയോജനമുണ്ടാവണമെങ്കിൽ പാലേലി ഗുരുനാഥൻ പറയും, ഭാഗവത ധർമ്മങ്ങളെ പിബത ഭാഗവതം, കുടിക്കുക. ഭാഗവതം കുടിച്ച് ഉന്മത്ത അവസ്ഥയെ പ്രാപിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭാഗവതം കുടിച്ച് ഉന്മത്തരാവാന്ന. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഗവൺമെന്റിന് ടാക്സ് കൊടുത്ത് മേടിച്ച് കഴിക്കേണ്ട സാധനങ്ങളൊന്നും കഴിക്കണ്ട. ചെറുപ്പക്കാരോട് പറയാ, ഒരുപാട് നികുതി പണം ഇപ്പോഴും ഈ ബഡ്ജറ്റിൽ നികുതി കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ടാക്സ് ഒന്നും കൊടുത്ത് ആവശ്യമില്ലാത്തതൊന്നും മേടിച്ച് കുടിച്ച് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ തകർത്തെറിഞ്ഞ് നമുക്ക് ബ്ലിസ് ഔട്ട് ചെയ്ത് ആനന്ദം അനുഭവിക്കേണ്ട. ഈ ഭാഗവതമാകുന്ന അമൃതരസം നല്ലോണം കുടിച്ചാൽ ഉന്മത്താവസ്ഥയെ പ്രാപിക്കാം. അങ്ങനെ ഭൃഗു മഹർഷി, ആ ഭാഗവതോത്തമൻ, നേരെ ആദ്യം ബ്രഹ്മലോകത്തേക്ക് പോയി. ബ്രഹ്മലോകത്ത് ചെന്നപ്പോഴോ, ഞാൻ കഥയുടെ ഇടയ്ക്ക് കുറച്ച് സയൻസും കൂടെ പറയൂ കേട്ടോ, അല്ലെങ്കിൽ ഈ കഥ എന്താ, ഈ കഥ അതിൻ്റെ പുറകിലുള്ള തത്വം എന്താണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. ബ്രഹ്മലോകത്ത് ചെന്നപ്പോൾ ബ്രഹ്മസഭയിൽ എത്തിക്കഴിഞ്ഞാൽ തൻ്റെ പിതാവാണ് ബ്രഹ്മാവ്. സാധാരണഗതിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമസ്കരിക്കും, അച്ഛനെ സ്തോത്രം ചൊല്ലി സ്തുതിക്കും. ഇന്ന് അതൊന്നും ചെയ്തില്ല. നേരെ കയറി ചെന്ന് അവിടെ ആദ്യം കിട്ടിയ ആസനത്തിൽ കയറി അങ്ങ് ഉപവിഷ്ടനായി. ബ്രഹ്മാവിനിത് കണ്ടപ്പോൾ എന്തായി? തൻ്റെ സ്വാത്കർഷത്തെ, തൻ്റെ ഉത്കർഷത്തെ വേണ്ട രീതിയിൽ മകൻ ആദരിച്ചില്ല, ബഹുമാനിച്ചില്ല. അത് മതിയായിരുന്നു. അപ്പം തന്നെ ബ്രഹ്മാവിന് കോപം വന്നു. അടുത്ത നിമിഷം നമ്മുടെ മനസ്സിൽ എങ്ങനെയാ, പ്രതികൂല സാഹചര്യം വരുമ്പോഴാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ആർക്കും ദേഷ്യമൊന്നും വരില്ല. വീട്ടിൽ പോയി നമ്മൾ വീട്ടിലെ അല്ലെ, ഞാൻ പറയുന്ന കാര്യം മനസ്സിലായില്ലേ? വീട്ടിൽ ചെന്ന് നമ്മുടെ നിത്യ ലീലകളിലേക്ക് അങ്ങ് ഏർപ്പെടുമ്പോഴാണ് ഭാര്യയായിട്ടും ഭർത്താവായിട്ടും മക്കളായിട്ടും സഹോദരന്മാരായിട്ടും അമ്മാവന്മാരായിട്ടും എല്ലാവരുമായിട്ടും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ്, പ്രതികൂലമായ അവസ്ഥ വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ഭാഗവതം ഉറച്ചിട്ടുണ്ട്, സത്വഗുണത്തിൻ്റെ അഭിവ്യക്തത അല്ലെങ്കിൽ സത്വഗുണം നമ്മളിൽ എത്രത്തോളം പ്രകാശിക്കുന്നുണ്ട്. സത്വഗുണത്തിൽ നിന്നാണ് നമ്മുടെ അന്ധക്കരണ വൃത്തികളെല്ലാം ഉണ്ടായത്. ഏതൊക്കെയാ? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ 4 എണ്ണം നമ്മൾ പഠിക്കാൻ വേണ്ടി 4ആയിട്ട് പദം പിരിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ തരംതിരിക്കുന്നുണ്ടെങ്കിലും ഈ 4 എണ്ണവും അഭിവ്യക്തമാവണം. ബ്രഹ്മാവിൻ്റെ അനുഭവത്തിൽ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ശപിക്കാൻ പറ്റില്ലല്ലോ. എന്താ കാരണം? കോപം കൊണ്ടു ശപിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക സമസ്തം. അപ്പോൾ ഓർത്തു, എന്താ, ഇതെൻ്റെ പുത്രനാണ്, ശപിച്ചാൽ പറ്റില്ല. അപ്പോൾ അഗ്നിയിൽ നിന്നുണ്ടായ ജലം കൊണ്ട് തന്നെ ആ അഗ്നിയെ, കോപാഗ്നിയെ ശമിപ്പിച്ചു. അവിടെ നിന്ന് എങ്ങടാ പോയത്? മഹാദേവ മനോഹര, അത്ര സുന്ദരനായ മഹാദേവന്റെ അടുത്തേക്കാണ് പോയത്. ആരെ? ഭൃഗുമഹർഷി. അവിടെ ചെന്നപ്പോഴോ സാക്ഷാൽ ശ്രീ പരമശിവൻ തൻ്റെ സഹോദരനായ ഭൃഗുമഹർഷിയെ കണ്ടപ്പോൾ ആനന്ദം കൊണ്ട് അങ്ങോട്ട് എഴുന്നേറ്റ് ഓടി അങ്ങോട്ട് ചെന്നു. എന്തിനാ? ആലിംഗനം ചെയ്യാനായിട്ട്. അപ്പോൾ ഭൃഗുമഹർഷി എന്തു പറഞ്ഞു എന്നറിയോ? എന്തു പറഞ്ഞു? നീ ശ്മശാനവാസിയാണ്, നിന്റെ ശരീരം മുഴുവൻ ഭസ്മം പൂശിയിരിക്കുകയാണ്. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരനാരാ? മഹാദേവനാ. ആ മഹാദേവനോട് പറയാ, നീ മേല് മുഴുവൻ ഭസ്മം പൂശിരിക്കുക, പോരാത്തതിന് നിന്റെ ഉടലിൽ എന്താ കിടക്കണത്? അസ്ഥിമാലകളാ. നീ എന്നെ സജ്ജനദ്വേഷം ചെയ്യുന്ന അല്ലെങ്കിൽ സജ്ജന ആചാരങ്ങൾ അനുഷ്ഠിക്കാത്ത നീ എന്നെ ആലിംഗനം ചെയ്യുകയോ? തടഞ്ഞു. അപ്പം മഹാദേവൻ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിനും വന്നു കാമത്തിൻ്റെ അനുജനായ ക്രോധം. അദ്ദേഹം തൻ്റെ തൃശൂലം അങ്ങെടുത്തു. അപ്പോഴത്തേക്ക് പാർവതീ ദേവിക്ക് നല്ലൊരു ബുദ്ധി തോന്നി. ഓടിച്ചെന്ന് ഭൃഗുമഹർഷിയുടെ പാദത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് എന്തു പറഞ്ഞു? വന്ദേ ശംഭു ഉമാപതിം സുരഗുരും വന്ദേ ജഗൽക്കാരണം വന്ദേ പന്നകഭൂഷണം മൃഗധരം വന്ദേ പശൂനാംപതിം വന്ദേ സൂര്യശശാങ്ക വന്യനയനം വന്ദേ മുകുന്ദം പ്രിയം വന്ദേ ഭക്തജനാശ്രയം ജവരദം വന്ദേ ശിവം ശങ്കരം. അമ്മേൻ്റെ കൂടെ ചൊല്ലുമ്പോൾ വലിയ സന്തോഷം. ഒരാളെങ്കിലും ചൊല്ലണമല്ലോ. അത്ര സുന്ദരമായ ഭഗവാന്റെ ആ സ്തോത്രം ചൊല്ലിയപ്പോഴത്തേക്ക് ഭഗവാന്റെ കോപം ശമിച്ചു. അവിടെ നിന്ന് ഭൃഗുമഹർഷി നേരെ എവിടേക്കാണ് പോയത്? സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയുടെ അടുത്തേക്ക്. കുണ്ഠതകളില്ലാത്ത ലോകമാണ് വൈകുണ്ഠമൂർത്തി അല്ലേ? അവിടേക്ക് ചെന്നപ്പോൾ എന്താ? മഹാലക്ഷ്മിയുടെ മടിയിൽ ഇതുപോലെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഇടതുവശം ചരിഞ്ഞ് നല്ല നിശ്ചയ ആമാശയം എവിടെയാണ്, മെറ്റാബോളിക് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നത്, കുടൽ ശരീരത്തിൻ്റെ പുറത്താണ്, അതിൻ്റെ അകത്ത് മില്യൺസ് ഓഫ് ബാക്ടീരിയകളുണ്ട്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ മഹാവിഷ്ണുവിന് നല്ല നിശ്ചയ. അപ്പോൾ അതുകൊണ്ട് ഇടതുവശം ചരിഞ്ഞ് ഇങ്ങനെ കിടക്കുക. അപ്പോഴാണ് നേരെ വന്നിട്ട്, ഞാനീ പറഞ്ഞൊക്കെ സയൻസാണ്, സമയക്കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ അത് പറയാത്തത്, അതല്ലേ നമ്മൾ കഥയിൽ നിന്ന് മാറിപ്പോവും. അപ്പോൾ
അവിടെ ചെന്നപ്പോ ഭൃഗു മഹർഷിക്ക് പെട്ടെന്ന് തന്നെ എന്താ തോന്നിയെന്നറിയാം? ഭഗവാന്റെ ആ തിരുമാറിലെ ഒരു ചവിട്ട് കൊടുക്കാനാണ് തോന്നിയത്. ഒരു ചവിട്ട് അങ്ങോട്ട് കൊടുത്തു. നമ്മളാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നൊന്ന് ആലോചിച്ചാൽ മതി. ഉറങ്ങുന്ന സമയത്ത് ഈ ചവിട്ടൊന്നും വേണ്ട. നമ്മുടെ മക്കളെയോ ആരെങ്കിലും ഒരു 8 മണിയാകുമ്പോൾ, രാവിലെ 8 മണിക്ക് എന്ന് തട്ടി വിളിച്ചാൽ എന്താ സ്ഥിതി? അച്ഛന് വേറെ യാതൊരു ജോലിയില്ലേ, എനിക്കറിയാം പോകേണ്ട സമയം. പിന്നെ വരുന്ന ശബ്ദത്തിൻ്റെ ടോണൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? നമ്മളൊരു ദേഷ്യം പ്രകടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് പതുക്കെ വിളിച്ചുകൂടെ? ഒരു സാമാന്യ മര്യാദയില്ലേ? ഇപ്പോഴത്തെ കുട്ടികളാണേ, ഒരു സാമാന്യ മര്യാദയില്ലേ? ഉറക്കത്തിൽ അച്ഛൻ തന്നെ പറയാറില്ലേ? സ്വപീതി സ്വാപം നിദ്ര എന്ന് പറഞ്ഞാൽ ആത്മാനന്ദാണെന്ന് അച്ഛൻ തന്നെ പറയാറില്ലേ? അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ മറഞ്ഞു കിടക്കുകയാണെന്ന് അറിയില്ലേ? അങ്ങനെ ഉറക്കത്തിൽ ആത്മാനന്ദം അനുഭവിക്കുന്ന ഒരാളെയാണോ ഇങ്ങനെ വിളിച്ച് നടത്തണത്? മക്കളുടെ പഠിച്ചു വെച്ചിട്ട് തിരിച്ചു പ്രയോഗിക്കുക. സ്വപീതി സ്വാപം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളും കൊള്ളാം. ആത്മാനന്ദാണ് ഉറക്കം എന്നൊക്കെ അറിയാം. ഗാഠാവസ്ഥ, സുഷുപ്തി, മനസ്സ് അതിൻ്റെ ഉറവിടത്തിൽ ലയിച്ചിരിക്കുകയാണെന്നൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാം. പക്ഷെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ തയ്യാറല്ല. ഭഗവാൻ എന്താ ചെയ്തേ? എഴുന്നേറ്റ വഴി എന്ത് ചെയ്തു? ദീർഘദണ്ഡം അങ്ങോട്ട് നമസ്കരിച്ചു. ഗുരുവായൂരപ്പൻ്റെ ഒരു മഹിമേ എന്ന് ആലോചിച്ച് നോക്കൂ. ദീർഘദണ്ഡം അങ്ങോട്ട് നമസ്കരിക്കുക. ആരെയും നമസ്കരിക്കേണ്ട ആവശ്യമില്ല. ഭൃഗുമഹർഷിയുടെ പാദത്തിൽ അങ്ങോട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അപരാധം മാം അപരാധം ക്ഷമിക്കണമേ. എന്താ കാരണം? ഞാൻ അങ്ങയുടെ ആഗമനം അറിഞ്ഞില്ല, അതുകൊണ്ട് എൻ്റെ അപരാധം പൊറുക്കണം എന്ന് പറഞ്ഞ് അവിടെ ആസനം കൊടുത്ത് ഉപവിഷ്ടനാക്കി നമസ്കരിച്ചു. എന്നിട്ട് എന്താ അടുത്ത പറഞ്ഞെന്നറിയാമോ? ആ മൃദുപാദങ്ങളെടുത്ത് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, നാരായണീയത്തിൽ 3 ശ്ലോകങ്ങൾ കൊണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ? 88-ലോ 89-ലോ നാരായണീയം വായിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ നല്ലതാണ്. 88-ാമത്തെ ദശകമാണോ 89-ാമത്തെ ദശകത്തിലാണോ 3 ശ്ലോകം കൊണ്ടാണ് മേൽപ്പത്തൂര് ഈ ഭൃഗുമഹർഷിയുടെ ഈ കഥ വർണ്ണിച്ചിരിക്കണേ. കരിമ്പാറ പോലുള്ള എൻ്റെ ഈ മാറിൽ ചവിട്ടിയിട്ട് താമരപ്പൂ പോലുള്ള അങ്ങയുടെ ഈ പാദങ്ങൾക്ക് വേദനിച്ചുവോ എന്ന് പറഞ്ഞ് ഭഗവാൻ ആ തൃച്ചേവടികൾ ഇങ്ങനെ തലോടി കൊടുക്കുക. ഞാൻ എന്താ ഈ കഥ പറയണെന്നറിയാമോ? എന്താ പറയണത്? ആ ഭഗവാന്റെ ആ ഒരു എളിമ, ഭഗവാന്റെ ഒരു വിനയം ഒന്ന് നോക്കൂ. ആ ഭഗവാന്റെ ആ ഗുണങ്ങൾ നോക്കൂ. തൻ്റെ ഭക്തന്റെ പാദം തഴുകി കൊടുക്കുക. അടുത്ത ഭഗവാന്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയാമോ? ഈ ഗംഗാ നദി, സരസ്വതി, യമുന ഇങ്ങനെയുള്ള നദികളൊക്കെ ഇല്ലേ, അവയ്ക്കൊക്കെ പുണ്യം ലഭിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അങ്ങയെപ്പോലുള്ള മഹാത്മാക്കളുടെ പാദസ്പർശം കൊണ്ടാ. അങ്ങയുടെ പാദസ്പർശം ഇവിടെ ഏറ്റപ്പോൾ വൈകുണ്ഠം സകല പാപവും പറ്റൂ. മാത്രവുമല്ല, അങ്ങയുടെ പാദം കഴുകിയ ഈ വെള്ളം എൻ്റെ ശരീരത്തിൽ ധരിച്ചിട്ട് വേണം എൻ്റെ ഈ ശരീരവും, എൻ്റെ ശരീരത്തിൽ ഒരുപാട് ലോകങ്ങളുണ്ടെന്നാണ് ഈ ഭാഗവതമൊക്കെ പറയുന്നത്. അനേകം ലോകങ്ങൾ ഈ ഉദരത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. ആ ലോകമൊക്കെ ഒന്ന് പരിശുദ്ധമാക്കി തീർക്കണം. നോക്കൂ സ്റ്റേറ്റ്മെന്റ്. പോരാ, ലോകപാലന്മാരെയും പരിശുദ്ധരാക്കി തീർക്കണേ എന്ന് ആ ഗുരുവായൂരപ്പൻ ആരോട് പറയാ? ഭൃഗുമഹർഷിയുടെ. അടുത്ത സ്റ്റേറ്റ്മെന്റ് അതിനേക്കാൾ അതിക്രമിച്ച. ഇന്നത്തോടുകൂടി ഒരു കാര്യം ബോധ്യമായി. ഇടയ്ക്കിടയ്ക്ക് ഈ മഹാലക്ഷ്മി എന്നോട് പിണങ്ങി ഇവിടം വിട്ട് വൈകുണ്ഠം വിട്ട് പോവാറുണ്ട്. ഇനി എന്തായാലും അതുണ്ടാവില്ല. എന്താ കാരണം? എൻ്റെ മാറത്ത് അങ്ങയുടെ പാദസ്പർശം ഏറ്റതോടുകൂടി എൻ്റെ തിരുമാറ് പാപവിമുക്തമായി തീർന്നു. എൻ്റെ തിരുമാറിടം, എൻ്റെ ഹൃത്തടം ഇന്നത്തോടുകൂടി പാപ വിമുക്തമായി തീർന്നു. അതുകൊണ്ട് മഹാലക്ഷ്മി ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ നിന്നും പോവുകയില്ല. അതുകൊണ്ട് ഹേ ദാദാ, ഞാൻ ധന്യനായി തീർന്നു എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. എന്തായിരിക്കും വേദവ്യാസ മഹർഷി ശ്രീശുകനിലൂടെ പരീക്ഷത്തിനോട് ഈ 4-5 ശ്ലോകങ്ങളിലൂടെ വർണ്ണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക? സത്യം, അഹിംസ, വൈഷ്ണവധർമ്മം. ഈ 3 കാര്യങ്ങൾ മാത്രം. നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. നിങ്ങളാണെങ്കിൽ അനവധി പ്രഭാഷണങ്ങൾ കേട്ട് കടന്നു പോവുക. സന്താന ഗോപാലത്തിലെ ഈ ഭൃഗുമഹർഷിയുടെ കഥയിൽ 3 കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, രജിസ്റ്റർ ആവില്ല. ഈ 3 കാര്യങ്ങൾ, സത്യം, അഹിംസ, പരമോധർമ്മ. എൻ്റെ ഗുരുനാഥൻ പറയും, എന്താണ് പരമമായ ധർമ്മം? അഹിംസയാണ്. അപ്പൊ സത്യം, അഹിംസ, വൈഷ്ണവധർമ്മം ഉറപ്പിക്കുകയാണ് ഭഗവാൻ. ഒന്ന് നോക്കൂ, ഇതാണ് ആദ്യത്തെ കഥാസന്ദർഭം. രണ്ടാമത്തെ കഥാസന്ദർഭം പോകുന്നത് സന്താന ഗോപാലത്തിലേക്കാണ്. എന്താ? ശ്രീകൃഷ്ണൻ. ഇവിടെ ഭാഗവതത്തിന്റെ ഒരു മർമ്മം എന്ന് പറയുന്നത്, ഇവിടെ നിരവധി ആചാര്യന്മാർ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. നിങ്ങൾ പറയണം, അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ആവേശം കൂടാ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ശ്രീകൃഷ്ണ പരമാത്മാവാണ് നമ്മൾ ഭജിക്കേണ്ട ഭജനീയൻ ഈശ്വരൻ ഭഗവാനാണ്. എല്ലാം കൊണ്ടും സംശയിക്കുകയേ വേണ്ട എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ മഹിമയെ വെളിവാക്കുന്ന ഒരു കഥയാണ് സന്താനഗോപാലം. നിങ്ങൾക്കറിയാം അല്ലേ? എന്തായിരുന്നു? ദ്വാരകയിൽ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു, വിപ്രനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി, ആദ്യത്തെ കുട്ടി ജനിച്ചു. ഭൂസ്പർശം സംഭവിക്കുന്നതിന് മുമ്പേ കുഞ്ഞു മരിച്ചു. ബ്രാഹ്മണൻ നേരെ ആ ജഡവും കൊണ്ടുവന്ന് രാജദ്വാരത്തിൽ വെച്ചു. എന്നിട്ട് എന്താ പറഞ്ഞേ? സാധാരണഗതിയിൽ
എങ്ങനെയുള്ള ക്ഷത്രിയന്മാർ ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ ബ്രാഹ്മണരുടെ കുടുംബങ്ങളിലൊക്കെ ഈ കുട്ടികൾ മരിച്ചു പോവുക, ധനധാന്യങ്ങളൊക്കെ നശിക്കുക, ഭയങ്കര വരൾച്ച ഉണ്ടാവുക, രാജ്യത്ത് വലിയ ദുരിതങ്ങൾ ഉണ്ടാവുന്നത് എപ്പോഴാണ്? പരദ്രവ്യത്തിലെ ആഗ്രഹമുള്ളവരെ, വിഷയസുഖങ്ങളിൽ ആഗ്രഹമുള്ളവരെ, ഇങ്ങനെയുള്ള രാജാക്കന്മാർ ഭരിക്കുമ്പോഴാണത്രേ. അതായത് ഈ വിഷയസുഖങ്ങളിൽ മാത്രം മനസ്സ് വയ്ക്കുക, ഈശ്വരനിലെ ജ്ഞാനത്തിലെ ഭാഗവതത്തിലെ മനസ്സ് വയ്ക്കാത്ത രാജാക്കന്മാരെ, പരിപാലനം വേണ്ട രൂപത്തിൽ ചെയ്യാത്ത രാജാക്കന്മാർ ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് എന്ന് പറഞ്ഞ് 2 ശ്ലോകം കൊണ്ട് അവിടുത്തെ ആ രാജാവിനെയും ആ രാജ്യത്തുള്ള എല്ലാവരെയും അധിക്ഷേപിച്ച് ദുഃഖം തന്നെ പ്രകടിപ്പിച്ചു. ഇങ്ങനെ 8 തവണ 8 കുഞ്ഞുങ്ങൾ മരിച്ചപ്പോഴും ഇതേ ശ്ലോകം, ഇതേ കവിത അദ്ദേഹം രാജദ്വാരത്തിൽ വന്ന് ചൊല്ലി. ഞാൻ കഥ പെട്ടെന്ന് ചുരുക്കി പറയുകയാണ്. രാജദ്വാരത്തിൽ വന്ന് ചൊല്ലി. അപ്പോഴെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒന്നും പറയാതെ നിശബ്ദമായി തൻ്റെ പാൽപുഞ്ചിരി, പൂനിലാവ് പരക്കുന്ന പാൽപുഞ്ചിരി പൊഴിച്ചുകൊണ്ട് നിശബ്ദമായിരുന്നു. 1-2 വാക്കിൽ ബ്രാഹ്മണനോട് പറഞ്ഞു. എന്തു പറഞ്ഞു? കർമ്മഫലമാണെന്ന് മാത്രം പറഞ്ഞു. ഇടപെട്ടതേയില്ല. ഭഗവാൻ അങ്ങനെ ഇങ്ങനെ ഒന്നിലും ഇടപെടില്ല, ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഒടുവിൽ 9ാമത്തെ കുട്ടി മരിച്ച് ആ ജഡം അവിടെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ആരായിരുന്നു? അർജുനൻ. അദ്ദേഹം അവിടെ ഭഗവാന്റെ സന്നിധിയിൽ തന്നെ, ഭഗവാന്റെ തൊട്ടടുത്ത് ആ സിംഹാസനത്തിൽ അടുത്തിരുന്ന് ഇങ്ങനെ ഈ ബ്രാഹ്മണന്റെ വിലാപം കേട്ടപ്പോൾ, ക്ഷത്രിയ വീര്യമല്ലേ, ക്ഷത്രിയ രക്തമല്ലേ, അങ്ങോട്ട് തളച്ചു. ഇതങ്ങോട്ട് കേട്ടപ്പോൾ അങ്ങോട്ട് ചെന്ന് ഒരു കാര്യമില്ല. ഇങ്ങനെ നമ്മളും പല കാര്യങ്ങളിലും, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മളും പോയി ഇടപെടും. അർജുനൻ പോയി അങ്ങോട്ട് ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് വിഷമിക്കേണ്ട, ഇവിടെ ഇരിക്കുന്നവരൊക്കെ ക്ഷത്രിയന്മാരാണെന്ന് തോന്നും, പക്ഷെ ഇവരൊക്കെ ബ്രാഹ്മണന്മാരാ, സത്രം കൂടിയിരിക്കുക, ഈശ്വര കഥകളും പറഞ്ഞിരിക്കുക. ശരിയായ ഒരു ക്ഷത്രിയൻ ഒരു രാജ്യത്തുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനർത്ഥങ്ങളൊന്നും സംഭവിക്കില്ല. അങ്ങ് അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട. അങ്ങയുടെ ദുഃഖം എനിക്ക് മനസ്സിലായി, എൻ്റെ നെഞ്ച് ചുട്ടുപൊള്ളുന്നു, അങ്ങ് വിഷമിക്കേണ്ട. അങ്ങയുടെ അടുത്ത പുത്രൻ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ, എന്താ പറഞ്ഞേ, ഭാഗവതത്തിന്റെ മർമ്മം എന്താ? ഈ ഞാനും എൻ്റേതും ഇല്ലാതാവണം. ഞാൻ അങ്ങോട്ട് തിളച്ചു പൊങ്ങി. എന്താ പറയാ, അഹന്ത മമത നിരാസമാണ് ഭാഗവതത്തിന്റെ ധർമ്മവും മർമ്മവും. വളരെ സിമ്പിളായിട്ട് പറയാം, അഹന്ത മമത നിരോധിക്കുക. അപ്പൊ ചിത്തവൃത്തി നിരോധം, പതഞ്ജലി യോഗസൂത്രം ഞാൻ പറഞ്ഞ ചിത്തവൃത്തി നിരോധ, അതാണ് യോഗം, ഐക്യം. ഈശ്വരനുമായിട്ട് കൂടിച്ചേരാനുള്ള ഏറ്റവും എളുപ്പ വഴി. ഇപ്പം ഈശ്വരനായിട്ട് ഇവിടെ ആർക്കെങ്കിലും ഒരാൾ പറയാം, എനിക്ക് ഇപ്പം ഈശ്വരനെ കാണണം, ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ആ ഞാനിൻ്റെ കഴുത്ത് അറുത്ത് കളയുക, വെട്ടിക്കളയുക. ഇച്ഛാശക്തി ഉപയോഗിച്ച് ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ആ ഞാനിൻ്റെ കഴുത്ത് ഇപ്പം തന്നെ വെട്ടിക്കളയാമോ? പരമസുഖായി, പരമശാന്തിയായി. ലെറ്റ് ഗോ ആൻഡ് റീജോയ്സ്. വേദാന്തം, ലെറ്റ് ഗോ ആൻഡ് റീജോയ്സ്. എല്ലാം വിട്ടുകളയാ. ഇപ്പോൾ തന്നെ പരിപൂർണമായ സുഖവും ദുഃഖവും പഴം തിന്ന് 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 പാകം വന്ന് മതിയാവില്ല. പക്ഷെ ആനന്ദം നമ്മുടെ സ്വരൂപമാണ്, യഥാർത്ഥ സ്വരൂപമാണ്, അത് അനുഭവിക്കാം. അർജുനൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കാം, വിഷമിക്കണ്ട. അപ്പോൾ ബ്രാഹ്മണൻ ചോദിച്ചു, ഹൂ ആർ യു? എന്താ ചോദിച്ചേ? ഹൂ ആർ യു? നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ. ഈ കഥകളിൽ നല്ല രസമാണ് കേട്ടോ. ബ്രാഹ്മണൻ നന്നായിട്ട് അർജുനായിട്ട് കളിയാക്കണ രംഗങ്ങൾ കാണാം. ഈ മനോധർമ്മമൊക്കെ അറിയാവുന്നവർക്ക് കുറച്ച് നേരം നല്ല രസമായിട്ട് ആസ്വദിക്കാം. കുറച്ച് കാലം കഥകളി കാണണം. അപ്പോഴാണ് മഞ്ഞുമ്മൽ 7 ദിവസം കഥകളി ഉണ്ടായിരുന്ന നാട്ടിൽ നിന്ന് ഞാൻ പറയണേ. അതുകൊണ്ട് കുട്ടിക്കാലത്ത് കുറച്ച് കഥകളി ആസ്വദിക്കാനൊക്കെ ഉള്ള ഭാഗ്യമുണ്ട്. 7 ദിവസം കഥകളിയായിരുന്നു മഞ്ഞുമ്മ ക്ഷേത്രത്തിലേ. പണ്ട് ഇവിടെ നിന്നൊക്കെ വരുമായിരുന്നു ആൾക്കാർ കഥകളി കാണാനായിട്ട്, ദൂര സ്ഥലത്തൊക്കെ. അന്ന് വന്നാൽ തിരിച്ചു വരാൻ വഴിയൊന്നുമില്ല. ബസ് വന്നു കഴിഞ്ഞാൽ അവിടെ രാത്രി കിടക്കേണ്ടി വരും. വേറെ നേരം വെളുത്തിട്ടേ പിന്നെ ബസ്സുള്ളൂ. ഇന്നത്തെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നേരം വെളുക്കണ വരെ അവിടെ കട്ടൻ ചായയും പപ്പടോടെയൊക്കെ കഴിച്ച് ഈ കഥകളി മുഴുവൻ ആസ്വദിച്ച് നേരം വെളുത്ത് 6 മണി 6:30 ആകുമ്പോഴായിരിക്കും അവിടെ നിന്ന് ഇങ്ങനെ അന്യനാട്ടുകാർ പോവുക മഞ്ഞുമ്മൽ ദേശത്തുനിന്ന്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട കാഴ്ച. ഇന്ന് ആ കാലമൊക്കെ മാറി. അപ്പോൾ ഈ ബ്രാഹ്മണൻ നന്നായിട്ട് കളിയാക്കുക. എന്താ, ആരാ? അപ്പോൾ അർജുനൻ ചോദിച്ചു. അർജുനൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഈഗോ പൊള്ളി. ഇതെന്താന്ന് മനസ്സിലായില്ലേ? എന്താ ഇത് വില്ലല്ലേ? അല്ല, എന്താ? ഇതാണ് ഗാണ്ഡീവം. കേട്ടിട്ടില്ലേ? ഈ ഗാണ്ഡീവം ആരുടെ കയ്യിലുണ്ടോ? അഹങ്കാരം നോക്കണം. ഈ ഗാണ്ഡീവം ആരുടെ കയ്യിലുണ്ടോ അയാളുടെ പേരെന്താണ്? ലോകൈക വീരൻ, വില്ലാളി വീരൻ അർജുനൻ, സവ്യസാചി, എന്തെല്ലാം പേരുകളാണ്. ആ അർജുനനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കണേ. പോരാ, നിങ്ങൾ മഹാദേവനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആ മഹാദേവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി കിരാതമൂർത്തിയായി ഭഗവതിയോടൊപ്പം വന്ന് ലീലകളാടി ഏറ്റവും ഒടുവിൽ ഭഗവാൻ ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷിച്ചിട്ട് നൽകിയ പാശുപതാസ്ത്രമാണ് ഇവിടെ കിടക്കണത്. ഇനി എന്തിനാ അങ്ങ് ഭയപ്പെടുന്നത്? ഒട്ടും ഭയപ്പെടേണ്ട, ധൈര്യമായിട്ട് പൊക്കോളൂ. മാത്രവുമല്ല, ഇതിന് സാധിച്ചില്ലാച്ചാൽ ഒരഗ്നികുണ്ഡം ജ്വലിപ്പിച്ച് ഞാൻ ദേഹത്യാഗം ചെയ്യുന്നതാണ്. ആരെങ്കിലും ചെയ്യോ? ഒരു പരിചയമില്ലാത്ത ഒരു ബ്രാഹ്മണന് വേണ്ടിയിട്ടേ
ദേഹത്യാഗം ചെയ്യാമെന്ന അർജുനന്റെ വാക്ക്. അത് കേട്ടപ്പോൾ ബ്രാഹ്മണന് കുറച്ചൊക്കെ വിശ്വാസം വന്നു. വെറുതെ അങ്ങോട്ട് ഒരാൾ പറയോ? എല്ലാവർക്കും ഏറ്റവും പ്രിയം എന്താ? പ്രാണൻ തന്നെ. സ്വന്തം പ്രാണനാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടത്. അങ്ങനെ 10ാമത്തെ ഗർഭം ധരിച്ചു. നേരെ പോയി അർജുനോട് പറഞ്ഞു, ജലസ്നാനമൊക്കെ ചെയ്ത് ശൗചമൊക്കെ ചെയ്ത് ആചമനം ചെയ്യുക എന്നാ പറയുക. തിരുമേനിമാരുടെ ഭാഷയിൽ പറഞ്ഞ ആചമനം ചെയ്യുക. അതൊക്കെ ചെയ്ത് അസ്ത്രവും ശസ്ത്രവും ഒക്കെ എടുത്ത് നേരെ ബ്രാഹ്മണന്റെ കുടിലെത്തി. നേരെ എന്താ ചെയ്തേ? മുകളിലും താഴത്തും വിലങ്ങത്തും എന്നു വേണ്ട നാനാവിധ അസ്ത്രങ്ങളെ കൊണ്ടൊരു ശരകൂടം വളച്ച് അതിൻ്റെ അകത്ത് ഭദ്രം. പോരാ, വായു കയറുമോ സംശയം. അത്രയ്ക്ക് ബന്ധവസാക്കി വെച്ചു. പ്രസവിച്ചു. ഇത്തവണ എന്താ സംഭവിച്ചതെന്നറിയാമോ? നാരായണീയത്തിലും ഭാഗവത്തിലും ഒരേപോലെ പറയണേ. എന്താ പറയണേ? കുഞ്ഞ് കരഞ്ഞു. കുറച്ചു നേരം പ്രത്യക്ഷമായി. കുഞ്ഞ് കരഞ്ഞ് ആകാശത്തിലൂടെ ബ്രാഹ്മണൻ നോക്കി നിൽക്കുക. 10ാമത്തെ കുഞ്ഞ് അപ്രത്യക്ഷമായി. ബ്രാഹ്മണന്റെ വന്നിരിക്കുന്ന ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇതിനു മുമ്പ് 9 കുട്ടികളുടെ ജഡമെങ്കിലും കിട്ടിയിരുന്നു തഴുകി തലോടാൻ, ഒന്ന് കരയാൻ. കുറെ കരഞ്ഞു കഴിയുമ്പോൾ ദുഃഖം പോവുമല്ലോ. ഇത്തവണ അതിനുകൂടി അവസരം ഒത്തില്ല. അങ്ങോട്ട് വന്ന ദേഷ്യത്തിൽ അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് കൊടുത്തു. വയറ് നിറച്ചു കൊടുത്തു. ആർക്ക്? അർജുനന്. നല്ലോണം വയറ് നിറഞ്ഞപ്പോൾ അർജുനന് ആകെ അഭിമാനമൊക്കെ നഷ്ടപ്പെട്ട്. ആലോചിച്ച് നോക്കി, എന്താണ് ഈ സന്ദർഭം? എന്തായിരിക്കും ഇതിന്? സയൻസിൽ എന്താ പറയാന്നറിയോ? നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് പരമമായ സത്യത്തെ അനുഭവിച്ചറിയുവാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ ഓരോന്ന് കാണുകയും കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. ഇന്ന് മോഡേൺ സയൻസ് തിയറി ഓഫ് അൺസർട്ടൈനിറ്റിയാണ് ഈ യുഗത്തിലുണ്ടായ ഏറ്റവും വലിയ ശാസ്ത്രം. തിയറി ഓഫ് അൺസർട്ടൈനിറ്റി. അതൊക്കെ നമ്മളെടുത്ത് ക്വാണ്ടം ഫിസിക്സ്, സുദർശൻ ഇഫക്ട്സ് ഒക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ അർജുനന് തൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി കൊടുക്കുക ഭഗവാൻ. എന്താ? തൻ്റെ ആ ചെറിയ മനസ്സിന്, കുടുസു മനസ്സിന്, ബുദ്ധിക്ക് യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. വേദം. മനസ്സും വാക്കും ബുദ്ധിയും ഒന്നും ആ പരമമായ പരം ജ്യോതിസിലേക്ക് പ്രവേശിക്കുകയില്ല. എന്നാൽ ഈ വാക്കും മനസ്സും ഒക്കെ പ്രവർത്തിക്കുന്നതോ ആ പരമമായ സത്യത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. അങ്ങനെ അർജുനൻ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ല. ആകാശഗമന വിദ്യയൊക്കെ അറിയാവുന്ന ആളായിരുന്നു. നേരെ ആകാശത്തേക്ക് തൻ്റെ ആ ദിവ്യമായ ശക്തി ഉപയോഗിച്ച് യാത്ര ചെയ്ത് യമൻ്റെ പുരിയായ സംയമനി പോയി, ഇന്ദ്രൻ്റെ പുരിയായ സ്വർഗത്തിൽ പോയി, നിര്യതി, വായു, അഗ്നി, ഈ പുരികളിലെല്ലാം പോയി അന്വേഷിച്ച് ഒടുവിൽ നിരാശനായി തിരിച്ചു വന്ന അഗ്നികുണ്ഡം ജ്വലിപ്പിച്ച് അതിലേക്ക് ചാടി ദേഹത്യാഗം ചെയ്യാൻ പോകുമ്പോൾ ഉള്ളിൽ നിന്ന് ഇൻറ്റ്യൂഷൻ. എന്താ പറഞ്ഞേ? നമുക്കും ഉണ്ടാവാറുണ്ട്. ഞാനതുകൊണ്ടാണ് ഈ വാക്കുകൾ ഇവിടെ ഘടിപ്പിക്കുന്നത്. ഉള്ളിൽ നിന്നൊരു ഇൻറ്റ്യൂഷൻ. നമ്മുടെ തോട്ട്സും ഇൻറ്റ്യൂഷനും വ്യത്യാസമുണ്ട്. നമ്മൾ നിരന്തരം ചിന്തിക്കുന്ന ചിന്തകളും ഡിസയേഴ്സ് ഓഫ് വിഷ് ടു തിങ്കിങ്ങും നമ്മുടെ ഈ പറയുന്ന ചിന്തകളും ഈ ഇൻറ്റ്യൂഷനും വ്യത്യാസമുണ്ട്. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായി നമ്മുടെ ഓരോ ജീവന്റെയും ഹൃദയാന്തർഭാഗത്ത് വർത്തിക്കുന്ന ശുദ്ധ മുക്ത നിത്യ ബോധസ്വരൂപനായ ഗുരുവായൂരപ്പൻ അശരീരിയായിട്ട് ദഹരാകാശരൂപിണി എന്നൊക്കെ പറയും അല്ലേ ലളിതാ സഹസ്രനാമത്തിലെ. അതും കൂടെ ആ വാക്കും കൂടെ ഒന്ന് കടുപ്പിക്കുക. അവിടെ നിന്ന് നമ്മളോട് മന്ത്രിക്കും, ഇന്നത് ചെയ്യണ്ടാട്ടോ, ഇന്നത് ചെയ്യൂ എന്ന് പറയുന്നതാണ് ഇൻറ്റ്യൂഷൻ. ആ വാക്ക് കേട്ടു. അല്ലയോ അർജുന എന്നൊരു വിളി അകത്തു നിന്നും പുറത്തു നിന്നും. പെട്ടെന്ന് തന്നെ ഭഗവാൻ വന്ന് അർജുനൻ്റെ കയ്യിൽ പിടിച്ചു. അർജുനോട് പറഞ്ഞു, അരുതാത്തതൊന്നും അവിവേകമൊന്നും കാണിക്കരുത്, തന്നെത്താനെ താഴ്ത്തരുത്. ഉദ്ധരേത് ആത്മനാത്മാനം പറഞ്ഞു കൊടുക്കേണ്ട ആളാ അല്ലേ? ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തു. എന്താ? ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയെ. തന്നെ താഴ്ത്തുകയും തന്നെ ഉയർത്തുകയും ചെയ്യുന്നത് അവനവൻ തന്നെയാണ്. അതുകൊണ്ട് അങ്ങയുടെ നിർമ്മലമായ കീർത്തി ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം പ്രവഹിക്കും. അതിനുള്ള വഴി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അർജുനനെ പിടിച്ച് തൻ്റെ ദിവ്യമായ രഥത്തിലേക്ക് കയറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? പടിഞ്ഞാറേ ദിശയിലേക്ക് 7 ദ്വീപുകൾ, 7 സമുദ്രങ്ങൾ, 7 ശൈലങ്ങൾ. എന്താ ഈ 7? ഇതൊക്കെ ഭാഗവത്തിൽ നമുക്ക് സമയം കുറവ്. ഇതൊക്കെ ശരിക്കും ഓരോ അധ്യായം എടുത്ത് ഇങ്ങനെ വിശദമായിട്ട് ഓരോ ശ്ലോകവും പഠിക്കണം. ഏതാ? മനുഷ്യ ശരീരത്തിലുള്ള സ്ഥാനങ്ങൾ തന്നെയാ. 7 ശൈലം, 7 സമുദ്രം, 7 ഈ പറഞ്ഞ 7 3 21 എന്ന് പറഞ്ഞാൽ
ഇനി ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യോഗ സമ്പ്രദായമൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ രാജയോഗം പഠിക്കുക. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലെ രാജയോഗത്തിലെ 7 പോയിന്റ് മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നെറ്റിയുടെ ആജ്ഞാചക്രം മുതൽ ശിരസിൻ്റെ ഇവിടെ നിന്ന് മിഡ് ബ്രെയിനിലേക്കുള്ള 7 പോയിന്റ് ശിവരാജയോഗം പഠിക്കുക. പോരാത്തതിന് ബാക്ക് ലോബ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ പുറകിലേക്ക് ഒരു 7 പൊസിഷൻസ് ഉണ്ട്. ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ എന്ത് രസമെന്ന് അറിയാമോ? ഭാഗവത്തിൽ അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. 7 പൊസിഷൻസ് ശിരസിൻ്റെ അകത്ത് തന്നെ പുറകിലേക്ക്. അങ്ങനെ 21 സ്ഥാനവും മനുഷ്യ ശരീരത്തിലാണ്. ഇത് അനുഭവിച്ചിട്ടുള്ളവരുണ്ട്. ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ, വിവേകാനന്ദ സ്വാമി, രമണ മഹർഷി, ഇങ്ങനെയുള്ള ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ കേരളത്തിലെ ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമി തിരുവടികൾ, ഇങ്ങനെയുള്ള മഹാത്മാക്കൾ. വേണ്ട പോരാ, ഈ മേൽപ്പത്തൂരൊക്കെ നമ്മൾ ഈ നാരായണീയം വായിക്കുന്ന അമ്മമാർക്ക് തോന്നിയിട്ടുണ്ടോ ഒരു സാധാരണക്കാരനെ കൊണ്ട് നാരായണീയം ആ നരസിംഹാവതാരമൊക്കെ ഒന്ന് രചിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പദഘടനയൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ഇത് തോന്നുക? ഇവിടെയാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഭാവനാവിലാസം. നമ്മളിവിടെ ആചാര്യന്മാർ പറയും ഭാവഗ്രാഹിയാണ് ജനാർദ്ദനൻ, ഭക്തൻ്റെ ഭാവമാണ് ഭഗവാൻ നോക്കുക എന്ന് പറയും. ഈ ഭാവനയാണ് ബുദ്ധിക്കും അപ്പുറത്തേക്ക് കടക്കുവാനുള്ള ഒരു മാർഗം. അതാണ് ഭക്തിയുടെ ഭാവം കൊണ്ടുവരണം. ഭാവന കൊണ്ട് മാത്രമേ മനസ്സിനപ്പുറത്തേക്ക്, അതീതത്തിലേക്ക്, അസ്തിത്വത്തിലേക്ക് തുളച്ചു കയറാൻ സാധിക്കുകയുള്ളൂ, അനന്തതയിലേക്ക്. ആലോചിച്ച് നോക്കൂ, ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബോധത്തെ ബോധവും ശരീരവും തമ്മിൽ വേർപിരിച്ച് നിർത്തേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ചെയ്യേണ്ടത്. ബോധം ബോധമായിട്ടും ശരീരം ശരീരമായിട്ടും നിൽക്കണം. ശരീരം ഓൾറെഡി ജഡമാണ്. അപ്പോൾ ബോധത്തെ പിരിച്ചു നിർത്തണമെങ്കിൽ എന്ത് വേണം? ബോധത്തെ ബോധം കൊണ്ട് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് ശാസ്ത്രം എന്ന് പറയാം, ക്ഷമിക്കണം, അത് പറയാണ്ട് പറ്റില്ല. കാരണം വെച്ചാൽ അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അത് അനുഭവിച്ചറിയണമെങ്കിൽ സാധാരണഗതിയിൽ അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്, ഒരുപാട് വഴികളുണ്ട്. ആ മാർഗങ്ങളിലേക്ക് എന്ന് എല്ലാവരും എത്തിച്ചേരത്തില്ല. സിൻസിയർ ആയിട്ടുള്ള ഒരു ആസ്പിരൻ്റ് ആവണമെങ്കിൽ ജീവിതാനുഭവം വന്ന് വിരക്തി വരുമ്പോഴേ സത്യാന്വേഷണം ആരംഭിക്കുകയുള്ളൂ. യഥാർത്ഥ സത്യാന്വേഷണം ആരംഭിക്കുമ്പോഴാണ് ഈ പറഞ്ഞ അനുഭവമണ്ഡലം, മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പ്രതലം തുറന്നു കിട്ടുക. അപ്പോഴാണ് നമുക്ക് അതെന്താതെന്ന് നമുക്ക് തോന്നി തുടങ്ങുക. അപ്പോഴാണ് അവരിൽ നിന്ന് അവാച്യമായ അനുഭൂതിയുടെ തരംഗങ്ങൾ ഈ പറയുന്ന കവിതകളായിട്ടും, പൂന്താനത്തിൻ്റെ ആ ജ്ഞാനപ്പാന എന്നൊക്കെ വായിച്ചു നോക്കി, എത്ര സിമ്പിളായിട്ട് എഴുതിയേക്കണേ. എന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമാണ്, എത്ര ലളിതമാണ്. ഇന്നും അതിൻ്റെ പ്രസക്തി എന്താ? ഇന്ന് നാരായണി എത്ര വർഷം കഴിഞ്ഞ് ഇപ്പോഴും കുറച്ച് മുമ്പ് അമ്മമാരോട് വായിക്കാനുള്ള കാരണം എന്താ? അതിൻ്റെ എനർജി, അതിൻ്റെ ശക്തി അത്ര കണ്ടാണ്. അത് ആ ഭാവന. വില്വമംഗല സ്വാമിയാരുടെ കർണാമൃതം, ശ്രീകൃഷ്ണ കർണാമൃതം ഒന്ന് വായിച്ചു നോക്കൂ. 1-2 ശ്ലോകം വായിച്ചാൽ മതി, അധികമൊന്നും വായിക്കണ്ട. 1-2 ശ്ലോകം. ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഡയറി കിട്ടില്ലേ, അതിലൊന്നും എടുത്ത് വായിച്ചു നോക്കാം. നമ്മൾ അത്ഭുതപ്പെട്ടു പോവും ആ ഭാവനാവിലാസം കണ്ട. എങ്ങനെയാണ് ഈ പദങ്ങൾ ഇങ്ങനെ ഒഴുകി വരിക എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോവും. അതിന് കാരണം ഇതാണെന്ന് മാത്രം സജ്ജനങ്ങൾ മനസ്സിലാക്കുക. ഭാവന വളർന്നു കഴിഞ്ഞാൽ വേറൊരു തലത്തിലേക്ക്. അപ്പോഴാണ് ഏകാന്ത ഭക്തി വന്നകമേ ഉദിപ്പതിനു വൈകുന്നതെന്തു ഹരി നാരായണായ നമ. ആ ഏകാന്തമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഭജിക്കണം. അപ്പോഴാണ് ഈ പറഞ്ഞ സോളിറ്റ്യൂഡിൽ. കോവിഡ് വന്നപ്പോൾ നോക്കാമെന്ന് മനസ്സിലായി, ഒരുപാട് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉടലെടുത്തത് കോവിഡ് സമയത്തായിരുന്നു. എന്താ കാരണം? പെട്ടെന്ന് എല്ലാ സാഹചര്യവും പ്രതികൂലമായി ഒറ്റയ്ക്ക് വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ, ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നപ്പോൾ ഒരുപാട് ഡൈവോഴ്സ് കേസുകളുണ്ടായി. എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് അഡ്വക്കേറ്റ് പറഞ്ഞതാണ്, ഒരുപാട് ഡൈവോഴ്സ് കേസുകളുണ്ട്. എന്താ കാരണം? ഭാര്യയും ഭർത്താവും മുഖാമുഖം കാണേണ്ടി വന്നപ്പോൾ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. ഞാനതിന് വിഷയങ്ങളിലേക്ക് അധികം പോകുന്നില്ല. പാലേലി ഗുരുനാഥൻ പറയും അധികം വിഷയങ്ങൾ വർണ്ണിക്കാൻ പാടില്ല, കാരണം മനസ്സിൽ ഗുരുവായൂരപ്പനെ തന്നെ സ്ഥിരമായിട്ട് നിർത്തേണ്ടതുണ്ടെന്നുള്ളതുകൊണ്ട്. ആലോചിച്ച് നോക്കൂ, നമ്മൾ എവിടെയാണ് കഥ പറഞ്ഞു നിർത്തിയത്? ആ 7:3:21. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഇങ്ങനെ പോവും, യാത്ര ചെയ്ത് ഇങ്ങനെ പോവും. ഞാനങ്ങനെ പ്രഭാഷണം ചെയ്യുന്ന ഒരാളൊന്നുമല്ല, സത്സംഗം മാത്രമായിട്ട് ഇതിനെ കണക്ക് കൂട്ടണുള്ളൂ. അപ്പോൾ ഭക്തജനങ്ങൾ എന്നോട് ക്ഷമിക്കുക. എനിക്ക് നല്ലൊരു പ്രഭാഷകനുമല്ല. ഞാൻ അനുഭവമണ്ഡലം തുറക്കണമെന്ന് ആഗ്രഹിച്ച് എൻ്റെ കുട്ടിക്കാലം മുതലേ പോയ ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ 28-ാമത്തെ വയസ്സ് 29-ാമത്തെ വയസ്സിൽ പാലേരി ഗുരുനാഥൻ്റെ അടുക്ക് എത്തിയത്. എൻ്റെ അനുഭവങ്ങൾ ഉണ്ടായ ശേഷം ആ അനുഭവങ്ങളുടെ സത്യം എന്താണ്, സാങ്ക്ടിറ്റി എന്താണെന്ന് അന്വേഷിച്ചാൽ ഞാൻ എൻ്റെ ഗുരുനാഥനെ തേടി കണ്ടെത്തി. ഗുരുനാഥൻ്റെ ഒപ്പം 11 വർഷം നടക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ആ ഗുരുനാഥനുള്ള സഹവാസമാണ് എന്നെ ഈ വേദിയിൽ, ഗുരുനാഥൻ്റെ തന്നെ നിർദ്ദേശം കൊണ്ടാണ് ഞാനിവിടെ വന്നിരുന്ന് ഭാഗവതം പറയണത്. ഇല്ലെങ്കിൽ ഭാഗവതം പറയാനൊന്നും ഞാൻ ആളല്ല, എനിക്ക് ഭാഗവതം ഒന്നും അറിയാനും പാടില്ല. ഈ 7:3:21 എന്ന് പറയുന്ന മനുഷ്യ ശരീരത്തിലെ സ്ഥാനങ്ങളാണ്. ഈ 21 എന്ന് പറയുന്ന ഈ സ്ഥാനം കടന്ന്
ചക്രവാളത്തിലേക്ക് കടന്ന് ലോകാലോകവും കടന്ന് ചക്രവാളത്തിൻ്റെ അന്ധകാരത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു. പ്രപഞ്ചത്തിൻ്റെ സ്ഥായിയായ ഭാവം നിറമെന്താ ആലോചിച്ചിട്ടുണ്ടോ? കറുപ്പാ. സംശയമുണ്ടോ? ഇരുട്ടാണ്, കറുപ്പാണ്. അതുകൊണ്ടാണ് കാർമേഘവർണ്ണൻ. ഭഗവാന് പറയുമ്പോൾ വൈകുണ്ഠത്തിൽ പറയും കാർമേഘ, കറുപ്പാണ് നിറം, ഇരുട്ടാണ് എല്ലായിടത്തും. സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശം ഉള്ളത് കൊണ്ടാണ് നമുക്കിപ്പോൾ പരസ്പരം കാണാൻ പറ്റുന്നത്. പക്ഷെ ഇരുട്ടാണെങ്കിലും രാത്രി കുറ്റാക്കൂരിരുട്ടാണെങ്കിലും ഒന്ന് മാത്രം നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കും, ഞാനുണ്ട് എന്ന സ്ഫുരണം. അതിനൊരു വെളിച്ചം ആവശ്യമില്ല. ഞാനുണ്ട് എന്ന ആ കേവലമായ ആനന്ദം, എക്സിസ്റ്റൻസ്, ആ ഞാനെന്ന അഖണ്ഡമായ ബോധം നമ്മളിൽ ഇങ്ങനെ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കും. അതൊന്ന് ചിന്തിച്ചോളാം. ഫുഡ് ഫോർ തോട്ടാ. എന്തുകൊണ്ടാണ്? ഇരുട്ടിലുണ്ട് ഞാനുണ്ട്, കിടന്നുറങ്ങുമ്പോഴും കറണ്ട് പോയാലും ഞാനുണ്ട്. ആ ഞാനിങ്ങനെ ജാഗ്രത് സ്വപ്ന സുഷുപ്തിയിലും അഖണ്ഡമായി നമ്മുടെ ഉള്ളിൽ അനുവർത്തിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുട്ടായി. അർജുനനൊന്ന് പരിഭ്രമിച്ചു. ഭഗവാൻ അപ്പം തന്നെ മനോചക്രം എന്നാ ഭാഗവത്തിൽ പറഞ്ഞങ്ങനെ. മനോചക്രം, സുദർശന ചക്രം. സുദർശന ചക്രം ഭഗവാൻ അവിടെ സങ്കല്പിച്ചയച്ചു. ആ 10,000 സൂര്യന്മാരെ ഒന്നിച്ച് ഉദിച്ച് ഉയരുന്നത് പോലുള്ള പ്രകാശം അവിടെ പ്രഭ ചൊരിഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ അർജുനൻ്റെ കണ്ണടിച്ചുപോയി. കണ്ണടച്ചു കളഞ്ഞു അർജുനൻ. എന്താ? പരം ജ്യോതിസ. ആ സൂര്യനെ പ്രകാശിപ്പിക്കുന്ന ആ ജ്യോതിസ. ആ വൈകുണ്ഠപുരിയിലേക്ക് നോക്കിയപ്പോഴോ ആയിരക്കണക്കിന് തലകളാ. ആരുടെയാ? ആദിശേഷന്റെ. ആ ഓരോ തലയിലും രത്നസ്തംഭ സഹസ്രം എന്നാ. ഓരോ ശിരസിലും രത്നങ്ങൾ ഇങ്ങനെ പ്രോജ്വലിക്കുന്ന പ്രകാശം. 2 കണ്ണുകളാണെങ്കിലോ അതിനേക്കാൾ പ്രകാശം. ആ നീല നിറം, നാവ്, ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് അർജുനൻ ആ മഹാ അത്ഭുതകാരം, ആരിലും ഭയം ജനിപ്പിക്കുന്ന ആ രൂപം കണ്ട അർജുനൻ ഇങ്ങനെ സ്തബ്ധനായി നിൽക്കുക. കൂടുതൽ അടുത്തെത്തുമ്പോഴെന്താ ആ രൂപം അങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങി. ആരാ? ആ ആദിശേഷനെ സുഖമായ ആസനമായി സ്വീകരിച്ച് നമ്മുടെ തൃപ്പൂണിത്തറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഇരുന്നരളില്ലേ? ആരാ? സന്താന ഗോപാലമൂർത്തിയായിട്ട്. ആ ഭഗവാന്റെ വർണ്ണനയൊക്കെ ഭാഗവതം വർണ്ണിക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയാ അല്ലേ? ആ നീലമേഘശ്യാമ നിറം, ഭഗവാന്റെ ആയുധങ്ങൾ, ആ കണ്ണുകളാണെങ്കിലും കാരുണ്യ കടാക്ഷം പൊഴിക്കുന്ന കണ്ണുകൾ, ഭഗവാന്റെ ആ കിരീടത്തിലെ രത്നം ഇങ്ങനെ ജ്വലിച്ച് പ്രകാശം, ആ കർണാഭരണങ്ങളുടെ പ്രകാശത്തിൽ ഇങ്ങനെ ആ മുടിയൊക്കെ ഇങ്ങനെ ആ കാറ്റിൽ തിരമാലകളിൽ ഇങ്ങനെ ഇളകി ആടിക്കൊണ്ടിരിക്കുക. ഇതെന്തിനാ ഇങ്ങനെ വർണ്ണിച്ചിരിക്കണം എന്നറിയാമോ? ഭക്തന്മാർക്ക് ധ്യാനം പരിശീലിക്കാൻ വേണ്ടിയിട്ടാ. ഇതൊരു ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ മനസ്സുകൊണ്ട് നേരത്തെ പറഞ്ഞ ഭാവന ചെയ്ത് കണ്ണടച്ചിരുന്ന് ഈ ശ്ലോകങ്ങളൊന്ന് മനനം ചെയ്ത് കഴിഞ്ഞാൽ ഈ ആയിരക്കണക്കിന് ശിരസ്സെന്ന് പറയുന്നത് എന്താ? നമ്മുടെ ശിരസിൻ്റെ സഹസ്രാര പ്രഫുല്ലനം എന്ന് പറയും യോഗയിൽ. നമ്മുടെ ശിരസ് എങ്ങനെയാ? ബ്രെയിൻ എങ്ങനെയാ? 1000 പെറ്റൽസാ. 100 താമരകൾ വിടരുന്നത് പോലെയാ സഹസ്രാര പ്രഫുല്ലനം. ഇവിടെ പുരുഷോത്തമ യോഗത്തിൽ ഒരു ശ്ലോകം കൂടെ കടുപ്പിക്കാം. ഊർധ്വമൂലം അധശാകം അശ്വത്ഥം പ്രാഹുരവ്യയം. ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്താ അത്? നല്ലൊരു പേരാൽ വൃക്ഷം എടുത്ത് തലതിരിച്ചിട്ടാൽ എങ്ങനെയാ? അതാണ് മനുഷ്യൻ. ആലോചിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒന്ന് കൈപൊക്കാം. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താ? നല്ലൊരു പേരാൽ വൃക്ഷം എടുത്ത് തല തിരിച്ചിട്ടാൽ അതാണ് മനുഷ്യൻ. എന്താ? കംപ്ലീറ്റ് വേരുകൾ എവിടെയാ? ശിരസിലാ. ന്യൂറോൺസ് മില്യൻസാ. നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് ന്യൂറോ സയൻസ് പഠിക്കണം. മില്യൺസ് ഓഫ് ന്യൂറോൺസും സിനാപ്സസും ഡെൻഡ്രൈസും കൂട്ടിച്ചേർത്ത് അതിൻ്റെ അകത്ത് ഒരു മിഡ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പീനൽ ഗ്ലാൻഡ് ഉണ്ട്. 150 വർഷം മുമ്പ് വിവേകാനന്ദ സ്വാമി ബ്രിട്ടനിലും അമേരിക്കയിലും ചെന്ന് ഈ പീനൽ ഗ്ലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ വിദേശീയർ ഞെട്ടിത്തരിച്ച് നിൽക്കുക. ഇന്ത്യയിൽ നിന്ന് വന്ന അന്നത്തെ ഇന്ത്യ ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വാതന്ത്ര്യം പോലും കിട്ടാത്ത ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് ഒരു സന്യാസി വന്നിട്ട് പറയാണ്. എന്താണ്? പീനൽ ഗ്ലാൻഡിനെ കുറിച്ച് പറയാ. അതിൽ നിന്നാണ് നിന്ന് മോഡേൺ സയൻസ് പറഞ്ഞു എന്താ? രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ബ്ലഡ് സ്ട്രീമിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കും, സുഖമായിട്ട് ഉറങ്ങും. എന്നിട്ട് എന്താ രാവിലെ ഇന്നലെ ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയും. സുഖം പിന്നെയും കിട്ടാറുണ്ട്. ഭാഗവതത്തിലെ ഏതെങ്കിലും ഒരു ശ്ലോകം ഹൃദയസ്പർശിയായിട്ട് ഭവിക്കുമ്പോൾ സെറിട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആരെ? നമ്മുടെ മിഡ് ബ്രെയിനിൽ നിന്ന്. വളരെ ചെറിയ ഗ്ലാൻഡാ. അപ്പോൾ നല്ല സുഖം. എന്താണെന്നറിയില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ ആൽമരത്തിലെ കാറ്റൊക്കെ ഇങ്ങനെ കടന്നു വരിക. ഇങ്ങനെ കാറ്റൊക്കെ അടിച്ചുകൊണ്ട് നല്ല സുഖമായി ഇളം വെയിൽ കൊണ്ട് ഇങ്ങനെ മുറ്റത്തിരുന്നു. അപ്പോൾ എന്താണെന്നറിയില്ല, നല്ല സുഖം. എന്താ കാരണം? ബ്ലഡ് സ്ട്രീമിലേക്ക് ഇങ്ങനെ പോരുക. ആരെ? ഒരു കാരണവുമില്ലാതെ അകാരണമായി ഗുരുവായൂരപ്പൻ നമ്മുടെ ശരീരത്തിലൂടെ ഈ സംഗതികളൊക്കെ ജന്മനാ തന്നെ വിട്ടു തന്നിട്ടുണ്ട്. ഇത് തിരിച്ചറിയാതെ
നമ്മൾ ഇത് തിരിച്ചറിയാതെയാണ് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഘടന എന്താണ്, ആ ശരീര മനസ്സുകൾക്കപ്പുറത്ത് ബോധസ്വരൂപനായ ഭഗവാൻ ഈ ശരീരത്തിലൂടെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ശാസ്ത്രീയമായി പഠിക്കാതെ മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ പുറമേ സുഖം. അത് തെറ്റല്ല കേട്ടോ. എന്താ കാരണം? നമ്മുടെ ഉള്ളിൽ നിന്ന് ഉപബോധ മനസ്സിൽ ചിത്തത്തിൻ്റെ അധിപനായ വാസുദേവൻ അവിടെ നിന്ന് ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കുക. എന്താ? സുഖമാണ് നിന്റെ സ്വരൂപം, സുഖം തേടിപ്പോവുക, സുഖം തേടിപ്പോവുക, സുഖം തേടിപ്പോവുക. അപ്പം എല്ലാവരും പുറത്തേക്ക് റോങ് ഡയറക്ഷനിൽ സുഖം തേടിപ്പോവും. അത് തന്നെയാണ് അർജുനനും എനിക്കും നിങ്ങൾക്കും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അർജുനൊരു ഭാഗ്യം കിട്ടി, ഈ വൈകുണ്ഠമൂർത്തിയെ ഇങ്ങനെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ തന്നെ ആ ഭഗവാന്റെ മനോഹരമാണ് ആ ഭാഗവത വർണ്ണന എല്ലാം തന്നെ. ആ ഭഗവാനെ കണ്ട് അവിടെ ഇറങ്ങി. അവിടെ എന്താ കണ്ടത്? സുനന്ദൻ, നന്ദൻ തുടങ്ങിയ പാർഷദന്മാര് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. പോരാ, അജ, ശ്രീ, ഐശ്വര്യം, കീർത്തി, ദേവതമാരെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അണിമാതി സമൃദ്ധികളായ സിദ്ധികൾ ഭഗവാനെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രംഗമെല്ലാം കണ്ടതോടുകൂടി അർജുനൻ എഴുന്നേറ്റ് സാഷ്ടാംഗം ഭഗവാനെ നമസ്കരിച്ചു. ശ്രീകൃഷ്ണ പരമാത്മാവും നമസ്കരിച്ചു. ഭഗവാൻ തന്നെയാണ് നമസ്കരിച്ചത്, അല്ലേ? ഭഗവാൻ തന്നെയാണ് നമസ്കരിച്ചത്. അപ്പോൾ ആ വൈഷ്ണവ തേജസ് അത് വളരെ മേഘഗംഭീരമായ ശബ്ദം എന്നാ ഭാഗവതം. ഞാൻ ചെറിയ ചില വാക്കുകളാണ് പറയണത്. മേഘഗംഭീരമായ ശബ്ദം. ആദ്യം ഉണ്ടായത് എന്താണ്? ആകാശമാണ്, അല്ലേ? അതാണ് ആ മേഘഗംഭീര ശബ്ദം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഇങ്ങനെയാണ് നമ്മൾ ഭാഗവതത്തിലെ സാഖ്യയോഗം, കപിലന്റെ സാഖ്യയോഗം ഒന്ന് എടുത്ത് പഠിച്ചു നോക്കണം. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ചെറിയ രീതിയിൽ ഇതിങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. മേഘഗംഭീര ശബ്ദത്തിൽ ഭഗവാൻ അർജുനനോടും കൃഷ്ണനോടും എന്താ പറഞ്ഞേ? നിങ്ങൾ രണ്ടുപേരെയും ഞാൻ തന്നെയാണ്. പക്ഷെ എങ്കിലും നിങ്ങൾ പൂർവ്വജന്മത്തിൽ നരനാരായണ ഋഷിമാരായിരുന്നു. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്യേണ്ടതായ യാതൊരു കർമ്മവും ഇല്ല. പക്ഷെ എങ്കിലും മനുഷ്യ കുലത്തിന്, ലോകത്തിന് മൊത്തം മാതൃക കാണിക്കാനായിട്ട്, ലോക നന്മയ്ക്കായിക്കൊണ്ട് നിങ്ങൾ ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവുമാകുന്ന ക്ഷത്രിയധർമ്മം അനുഷ്ഠിച്ച് അധികം വൈകാതെ തന്നെ എൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരണം. ശ്രീകൃഷ്ണ ഭഗവാൻ ആരാ? പ്രത്യക്ഷമായ ഐശ്വര്യമാണ്, പ്രത്യക്ഷ ചൈതന്യമാണ്. വൈകുണ്ഠമൂർത്തിയുടെ പ്രത്യക്ഷ ചൈതന്യമാണ്. അർജുനനോ? അന്ധക്കരണങ്ങളാൽ, ശ്രദ്ധിക്കണേ, അന്ധക്കരണത്തിൻ്റെ വൃത്തിയാൽ മറയ്ക്കപ്പെട്ട ചൈതന്യമാണ് അർജുനൻ. അത്രേ ഉള്ളൂ വ്യത്യാസം. എന്താ? നമ്മളെല്ലാവരും ഭഗവാന്റെ അംശം തന്നെയാണ്. പക്ഷെ നമുക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? രജസ്, തമസ്, സത്വം. ഈ 3 ഗുണങ്ങളാൽ നമ്മളുടെ അന്ധക്കരണം ആവൃതമായതിനാൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ നമ്മൾ മറന്നുപോയിരിക്കുകയാണ് എന്ന് ഭഗവാൻ ഇവിടെ ആത്മവിസ്മൃതി എന്നൊക്കെ പറയാം. മറന്നുപോയി. നമുക്ക് ഓർമ്മയുണ്ടായിരുന്നു. 6ാമത്തെ മാസം ബോധം അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്നു വന്ന സമയത്ത് നമുക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അതിനുശേഷം പുറമേക്ക് വന്നപ്പോൾ നമ്മൾ നമ്മുടെ സ്വരൂപം മറന്നുപോയി. മായയിൽ, ഭഗവാന്റെ മഹാമായയിൽ പെട്ട് നമ്മൾ ഉടറിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഇവർ രണ്ടുപേരോടും പറഞ്ഞു, അനുഗ്രഹിച്ചു. ആ 10 ബാലന്മാരെയും നൽകി. ആ 10 ബാലന്മാരെയും കൊണ്ട് തിരികെ ആ ബ്രാഹ്മണന്റെ ഭവനത്തിലേക്ക് വന്നു. ബ്രാഹ്മണനുണ്ടായ സന്തോഷമൊക്കെ നിങ്ങൾക്ക് കഥകളി കാണുമ്പോൾ കാണാം. ആ ബ്രാഹ്മണന്റെ ചേഷ്ടകൾ, ഈ ഗോപിയാശാനെ പോലുള്ള വലിയ കഥകളി കലാകാരന്മാർ കണ്ടല്ലേ, ഈ ഷോൾഡർ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 4 അടി അടിക്കും. ആ ഒരു കോൾമയിലൊക്കെ അങ്ങനെയാണ്, വളരെ മനോഹരമായിട്ട് ആ രോമാഞ്ചമൊക്കെ അങ്ങനെയാണ്. കോളറൊക്കെ ഇട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ആ ബ്രാഹ്മണത് ഇങ്ങനെ ആ ചേഷ്ടകളിലൂടെ അങ്ങനെ എന്തെന്നില്ലാത്ത ആനന്ദം. തൻ്റെ പുത്രന്മാരെ പോയി തഴുകുക, തലോടുക, കെട്ടിപ്പിടിക്കുക, ചുംബിക്കുക, പോയി ഭഗവാനെയും അർജുനെയും വീണ്ടും നമസ്കരിക്കുക. അങ്ങനെ എന്താ കാണിക്കേണ്ടതെന്ന് അറിയില്ല. കഥകളി രംഗത്തിൽ വളരെ മനോഹരമായിട്ട് മനോധർമ്മത്തിൽ ഈ ബ്രാഹ്മണൻ ഇതെല്ലാം അവതരിപ്പിച്ച് കാണിക്കും. ഈ കുട്ടികളെല്ലാം തിരികെ കൊണ്ടുപോയി നൽകി. ഇതാണ് സന്താനഗോപാലം കഥ, അല്ലേ? ഇതെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. എന്താണ് ഇനി ഈ കഥയുടെ സാരം എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്തു നോക്കാം. ഞാൻ ഈ പറഞ്ഞത് തന്നെ ഒന്നും കൂടി നമുക്കൊന്ന് ഉറപ്പിക്കാം. എന്താണ് ഈ കഥയുടെ സാരം എന്ന് മാത്രം. സന്താനഗോപാലത്തിലൂടെ ആദ്യം അർജുനൻ ഉണ്ടായത് എന്തായിരുന്നു? അഹങ്കാരമായിരുന്നു, ഞാനെന്ന ഭാവമായിരുന്നു. ആ ഞാനെന്ന ഭാവം ഇല്ലാതെയാക്കാനാണ് തത്വത്തിൽ ആരൂഢനാക്കുക എന്നാ പറയാ. ഭഗവാൻ എന്താ ചെയ്ത ലീല? തത്വാരൂഢനാക്കുക. ആരൂഢം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? എന്താ ആരൂഢം? കേന്ദ്രം എന്നാ പറയാ. ആരൂഢം എന്ന് പറഞ്ഞാൽ കേന്ദ്രം. തൻ്റെ കേന്ദ്രം എന്താണ്, തൻ്റെ നിജസ്ഥിതി എന്താണ്, തൻ്റെ സ്വരൂപസ്ഥിതി എന്താണെന്ന് അർജുനനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ലീല ആടിയതെന്നാണ് മേൽപ്പത്തൂരിൻ്റെ വ്യംഗ്യം. തത്വാരൂഢനാക്കുക. തത്വത്തിൽ പ്രൊഫസർ ബാലകൃഷ്ണ സാറ് പറയും, തത്വം, ശാസ്ത്രീയമായ തത്വം അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഈശ്വരൻ എന്താണെന്ന് അറിയുന്നത് വരെ
ദുഃഖം നമ്മളെ പിടിപെടില്ല. ഭക്തിക്ക് തന്നെ എത്ര സ്ഥാനങ്ങളാണ്. ഭക്തി തുടങ്ങുന്നത് എവിടെന്നാ? അപര എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നാ. അത്യുച്ഛകോടി നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കാ പര എന്ന് പറയുന്ന അവസ്ഥയാ. ഭാഗവതത്തിന്റെ തന്നെ നോക്കൂ, അവസാനത്തെ ശ്ലോകം എന്താണെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം. പരം ആ വാക്കുവൊന്നുമല്ലോ, അത് പറയിക്കാനാ പറഞ്ഞേ. എന്താ പറഞ്ഞേ? നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഭാഗവതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദുഃഖത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ സുഖമോ? ദുഃഖത്തെ കളഞ്ഞാൽ സുഖം അവിടെ സ്വയമേവ പ്രകാശിച്ചുകൊള്ളും. അജ്ഞാനത ദൂരീകരിച്ചാൽ ജ്ഞാനം സ്വയമേവ പ്രകാശിച്ചുകൊള്ളും. നിഷ്കളങ്ക ഭക്തി, നിർവ്യാജ ഭക്തി, അഹൈതുകീ ഭക്തി എന്നൊക്കെയാ പറയാം. 3 വാക്ക് ഞാൻ ഉപയോഗിച്ചു. നിഷ്കളങ്ക ഭക്തി, നിർവ്യാജ ഭക്തി, അഹൈതുകീ ഭക്തി. ഇത് 3ൻ്റെയും താല്പര്യം ഒന്ന് തന്നെയാണ്. ഒറ്റ താല്പര്യ. എന്താ താല്പര്യം? നിഷ്കളങ്കത ഉണ്ടാവണം ഹൃദയത്തിൽ. ഹൃദയത്തിൽ നിഷ്കളങ്കത ഉണ്ടാവാൻ എന്താ മാർഗം? കളങ്കമില്ലാതിരിക്കണം. ആ കളങ്കം അങ്ങ് കഴുകിക്കളയലാണ് ഭാഗവതം ചെയ്യുന്നത്. ചിത്തം, മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഭാഗവതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ കഥകൾ മുഴുവൻ ഉപകഥകളും ചേർത്ത്. എത്ര കഥകളല്ലേ ഒന്ന് ആലോചിച്ചു. എല്ലാ കഥകളും നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചോളൂ. ദുഃഖത്തിൽ നിന്നായിരിക്കും ആരംഭിക്കുക. ധ്രുവന്റെ കഥ എടുത്ത് നോക്കിക്കോളൂ, ദുഃഖത്തിൽ നിന്നാണ്. അർജുനന് ഭഗവത്ഗീത ഉപദേശിക്കുന്ന ദുഃഖത്തിൽ നിന്നാണ്. കുന്തിദേവി ദുഃഖം വന്നപ്പോൾ എന്താ പറഞ്ഞത്? അല്ലേ, ഈ ബ്രാഹ്മണന് ദുഃഖമായിരുന്നു. എല്ലാ കഥകളും ആരംഭിക്കും. ചിത്രകേതുവിൻ്റെ കഥ എടുത്ത് നോക്കിക്കോളൂ. വൃത്രാസുരൻ്റെ പൂർവ്വജന്മം, ദുഃഖം, പുത്രൻ ഉണ്ടാവാതിരുന്ന പുത്രനുണ്ടായി. അല്ലേ, ആത്മദേവന്റെ കഥ. ഇവിടെ ഭാഗവത മാഹാത്മ്യം പറയുമ്പോൾ ആത്മദേവന്റെ കഥ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആ കഥയിലേക്കൊന്നും പോകുന്നില്ല. ഒന്നാലോചിച്ച് നോക്കൂ, എല്ലാത്തിൻ്റെയും ആരംഭം ദുഃഖത്തിൽ നിന്നാണ് ആരംഭിക്കുക. പക്ഷെ അത് ഒടുവിൽ പര്യവസാനിക്കുന്നതോ തൻ്റെ യഥാർത്ഥ സ്വരൂപസ്ഥിതിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഭാഗവതം ചെയ്യുന്നത്. എൻ്റെ ഗുരുനാഥൻ ഉറപ്പിച്ചു പറയും, പാലേലി ഗുരുനാഥൻ എന്താ പറയുക? ഭാഗവതത്തിൻ്റെ പരമമായ ലക്ഷ്യം മനസ്സിനെ വിമലീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ ഇന്ന് മോഡേൺ യോഗ ഒരുപാട് യോഗ സമ്പ്രദായങ്ങളുണ്ട്. ഞാൻ പേരുകൾ പറയുന്നില്ല. സുദർശന ക്രിയകൾ, ഹംസക്രിയകൾ, പതഞ്ജലി യോഗസൂത്രം, കൽക്കട്ടയിലുള്ള ദാജിയുടെ യോഗ വിദ്യകൾ, നമ്മുടെ ഇവിടെ ഉള്ള കോയമ്പത്തൂറുള്ള ഈശാ യോഗ സെൻറ്റർ, ഇങ്ങനെ നിരവധി യോഗ സമ്പ്രദായങ്ങൾ ഭാരതത്തിൽ ഇന്ന് ഉടനീളം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ യോഗ സമ്പ്രദായത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ പറയാം, ആദ്യം പറയുക നമ്മുടെ മനസ്സിനെ വിമലീകരിക്കാനുള്ള. നിങ്ങൾ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യണ്ട, പക്ഷെ നിങ്ങൾ ദിവസവും ഇരുന്ന ഒരു കാര്യം ചെയ്യണം. എന്താ? ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ അന്നന്ന് മനസ്സിലേക്ക് പതിഞ്ഞ ഇംപ്രഷൻസിനെ പുറത്തേക്ക് കളയണം എന്ന് പറയും. ഒരു 15-20 മിനിറ്റ് കിടക്കുന്നതിന് മുമ്പ് നിവർന്നിരുന്ന് അന്ന് നമ്മുടെ രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ മനസ്സിൽ നമ്മൾ കടന്നുപോയ എല്ലാ അനുഭവങ്ങളിലൂടെയും നമുക്കുണ്ടായിട്ടുള്ള എല്ലാ സുഖവും ദുഃഖവുമായ അനുഭവങ്ങളെ, ഇംപ്രഷൻസിനെ പുറത്തേക്ക് കളയണം എന്ന് പറയുന്നത്. അതിനെന്താ അവർ പറയുക? ക്ലീനിങ്, ക്ലെൻസിങ് എന്നൊക്കെയാണ് അവർ പറയുക. ഇത് ചെയ്താൽ മതി എന്ന് പറയും. എന്താ ഇതിൻ്റെ ഉദ്ദേശം? എങ്കിലേ മെഡിറ്റേഷൻ സംഭവിക്കുകയുള്ളൂ. ധ്യാനം സ്വയമേവ സംഭവിക്കേണ്ടതാണ്. ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാ. ഞാനില്ലാതാകുമ്പോഴാണ് ധ്യാനം സംഭവിക്കുക. അങ്ങനെ ധ്യാനത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യം മനസ്സിനെ വിമലീകരിക്കണം എന്ന് പറയും. എന്താ ഇതിൻ്റെ താല്പര്യം? അത് തന്നെയാണ് ഭാഗവതത്തിലൂടെ വളരെ നിസ്സാരമായി. എന്താ അമ്മ പറയാൻ വന്നത്? അതെ, കറക്റ്റ്. അത് തന്നെ അമ്മ പറഞ്ഞത് തന്നെ കറക്റ്റ്. അന്നന്ന് ചെയ്ത ഓരോ കർമ്മങ്ങളും, പാപം എന്നുള്ള പുണ്യം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ പുണ്യം പാപം എന്ന ഒന്നില്ല, അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പുണ്യം പാപമൊക്കെ ഞാനും എൻ്റേതുമായി അവിദ്യ കൊണ്ട് ശരീരത്തിൽ അഭിമാനിച്ച് കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിഷ്ടപ്പെട്ടത്, എനിക്ക് സുഖം ലഭിക്കുന്നതൊക്കെ പുണ്യമായിട്ടും എനിക്ക് വിപരീത അനുഭവം വരുന്നതെല്ലാം ദോഷമായിട്ടും ഞാൻ പറയുന്നത്. വാസ്തവത്തിൽ പുണ്യം പാപം സുഖം ദുഃഖം എന്ന ഒന്നില്ല. വാസ്തവത്തിൽ ആത്യന്തികമായി ആത്മലാഭത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ വെറും അനുഭവങ്ങൾ മാത്രമായിട്ട് മാറും. എല്ലാം സ്വാനുഭവം മാത്രമായി മാറും. അതാണ് മതം എന്ന് വിവക്ഷിക്കുന്നത്. അതിലേക്ക് ഉയരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെല്ലാവരും ലൗകികന്മാരാണ്, അർത്ഥകാമന്മാരാണ്. എനിക്കും നിങ്ങൾക്കും കുടുംബമുണ്ട്. തിരിച്ച് വീട്ടിൽ ചെന്നാൽ നമുക്ക് ഈ പ്രാരബ്ധം എന്ന ഓമന പേരിട്ട് ചെയ്യുന്ന ഈ കർമ്മം
ചെയ്തേ മതിയാകൂ. പക്ഷെ നമുക്കൊന്ന് ചെയ്യാം. എന്താ? സമയം കിട്ടുമ്പോഴെല്ലാം ഈ ഭാഗവത സപ്താഹ വേദിയുടെ മുൻപിൽ വന്ന് വെറുതെ ഇരുന്ന് കൊടുക്കുക. അപ്പം എന്താ? പതിയെ പതിയെ ആദ്യം കഥ കേൾക്കാം. കഥ കേട്ടതിന് ശേഷം നമ്മൾ നാണം കൂടാതെ നാമം ജപിക്കുവാൻ അത് തോന്നണം. നാണം കൂടാതെ നാമം ജപിക്കുവാൻ നാവിന് ശക്തി ഏകിടണേ. ആ നാമം എങ്ങനെ? ഉറക്ക നാമം, നാരായണ നാരായണ. അങ്ങനെ നാമം ഉറക്കെ നാമം ജപിച്ച് മനസ്സ് ശുദ്ധം. നാമം ജപിക്കണ്ട, മനസ്സ് ശാന്താവണില്ല. നാമം ജപിക്കുന്നുണ്ട്, നമശിവായ ജപിക്കുന്നുണ്ട്, നാരായണ നാമം ജപിക്കണ്ട, നല്ലത്. ആരാ ജപിക്കുന്നതെന്ന് നോക്ക്. ഇങ്ങനെ പറയാ, ആരാ ജപിക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് ജപിക്കേ. ഇത്രേ പറയുള്ളൂ. നമ്മൾ അങ്ങനെയാ നാമം ജപിക്കേണ്ടത്. നാമം ജപിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലിരുന്ന് ആരാണ് നാമം ജപിക്കുന്നത്? ശരീരം നാമം ജപിക്കുകയും ഞാൻ സാക്ഷിയായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഉണർന്നെഴുന്നേൽക്കേണ്ടത്. ഞാനൊരു ചെറിയൊരു ടിപ്സ് ഇട്ട് തരാം. നാമം ജപിക്കുന്നത് ശരീരമാണ്, ജപിപ്പിക്കുന്നത് മനസ്സാണ്. ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്ന സർവസാക്ഷിയായി ഉണർന്നെഴുന്നേൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ ഉണർന്നെഴുന്നേൽക്കേണ്ടത്. ആ ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും കിട്ടും. എന്തുകൊണ്ടാണ്? വിവേകാനന്ദ സ്വാമിയുടെ ബ്രെയിൻ ഉണ്ടാക്കിയ അതേ ടെക്സ്ചർ തന്നെയാണ് ഗുരുവായൂരപ്പൻ നമ്മളെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടാക്കിയിരിക്കുന്ന അതേ ടെക്സ്ചറാണ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത്. പക്ഷെ നമ്മളാരും അത് വേണ്ട പോലെ ഉപയോഗിക്കാറില്ല. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പം നമ്മൾ അർത്ഥകാമന്മാരാണ്. നമുക്ക് ഭക്തിയോഗമാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനയോഗമൊക്കെ ജ്ഞാനേ പ്രയാസം ഉദപാസ്യ നമന്തയേവ ജീവന്തി സന്മുഖരിതാം ഭവതീയ വാർത്താം. ബ്രഹ്മാവിന് കൊടുക്കുന്ന ഉപദേശത്തിൽ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്. ആ ബ്രഹ്മശ്ലോകത്തിൽ എന്താ പറയുക? ജ്ഞാനേ പ്രയാസം ഉദപാസ്യ നമന്തയേവ. ബ്രഹ്മാവ് പറയാം, അല്ലയോ ഗുരുവായൂരപ്പ, ഈ ജ്ഞാനയോഗമൊക്കെ ബഹുകഠിനമാണ്, വലിയ ബുദ്ധിമുട്ടാ. അതിനെന്താ വേണ്ടേ? ശ്രവണം, മനനം, നിധിധ്യാസം. ഇത് 3 കാര്യമുള്ളൂ. അഖണ്ഡമായ ബോധം മാത്രമേ ഇവിടെ സത്യമായിട്ടുള്ളൂ എന്നറിഞ്ഞ് ഇപ്പം തന്നെ കണ്ണു അടച്ച് നിശബ്ദമായി ശരീരധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കണം. നമ്മളെ കൊണ്ട് പറ്റുമോ? ശരീരധർമ്മം ഉപേക്ഷിക്കണം. കുറച്ച് കഠിനാ. കുറച്ച് കഴിയുമ്പോൾ ശരീരത്തിന് ദാഹം തോന്നും, വിശപ്പ് തോന്നും, നീഹാരാദികൾ ചെയ്യാൻ തോന്നും. ആഹാരം, നീഹാരം, നിദ്ര, മൈഥുനം, ഈ 4 കാര്യങ്ങളിൽ നമ്മളെല്ലാവരും പെട്ടുവലയുകയാണ്. അപ്പം ജ്ഞാനയോഗമൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി രാജയോഗമൊക്കെ അഭ്യസിക്കണമെങ്കിലോ ഞാണുമ്മക്കളിയാ. ശരിക്കും അനുഷ്ഠിച്ച് സിദ്ധി വന്ന് ആ അനുഭവമണ്ഡലം സ്പർശിച്ച് എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ഗുരുവിൽ നിന്ന് മാത്രമേ രാജയോഗമൊക്കെ, പതഞ്ജലി രാജയോഗ സൂത്രമൊക്കെ ഉപദേശം സ്വീകരിച്ച് പ്രാണായാമം ചെയ്ത് പൂരകം, രേചകം, കുംഭകമൊക്കെ ചെയ്ത് പ്രാണനെ നിരോധിച്ച് പതിയെ പതിയെ മനസ്സിൻ്റെ പിടി കയ്യിലേക്കാക്കി മനസ്സിൻ്റെ ഇതിലൂടെ കടന്ന് അതിസൂക്ഷ്മമായ, അതിലും സൂക്ഷ്മമായ ആ ബോധസത്തയിലേക്ക് ഉണർന്നെഴുന്നേക്കാൻ പറ്റുകയുള്ളൂ. അതാണ് രാജയോഗം. അതൊക്കെ ഇന്നത്തെ കാലത്ത് ബഹുകഠിനമാണ്. അപ്പം പിന്നെ ഏതാണ് എളുപ്പമാർഗം? എളുപ്പമാർഗം ഇതാ. ഒരു എഫർട്ടും എടുക്കണ്ട. ഞാൻ പറയും, ഭാഗവതത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നാൽ മതി. കഴിഞ്ഞ ദിവസം ഇവിടെ പുല്ലയിൽ ഒരു ആചാര്യൻ ഇവിടെ നിന്ന് ഭരതോപാഖ്യാനം പറഞ്ഞു. ഒരു അനുഭവമാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് സത്രത്തിൽ ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ഓൺലൈനിൽ എടുക്കും. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് 12:15 മോളെ വിളിക്കാൻ പോകണം. മോൾക്ക് ചെറിയൊരു ജലദോഷമുണ്ട്. അപ്പോൾ മോളെ അവിടെ നിന്ന് ഒരു ഔട്ട്സൈഡ് ഓടിയിട്ട് സ്ഥലത്ത് നിന്ന് കടവന്ത്രയിലേക്ക് ആക്കണം. അതൊരു ഭാഗ്യമായി, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണേ. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വണ്ടി കയറി അപ്പം തന്നെ എല്ലാം കുട്ടികൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇതിൻ്റെ സൂത്രമൊന്നും നമുക്കറിയില്ല. അപ്പോൾ കുട്ടികൾ പഠിപ്പിച്ച് തന്നിട്ട് അത് അങ്ങനെ എന്നെ സ്പീക്കറായിട്ട് മൊബൈലായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ കാറിൽ ഇങ്ങനെ കേട്ടുകൊണ്ട് പോവാം. അപ്പോൾ ഭരതോപാഖ്യാനം പറയാം. ഏതാ പറഞ്ഞത്? പഞ്ചമസ്കന്ധം പഞ്ചസാര പോലെയാ. ആ കഥ അങ്ങോട്ട് കേട്ടു. എത്ര കാലായി ആ ഭരതയോഗീശ്വരൻ്റെ കഥ കേൾക്കണു അല്ലേ? എത്ര കാലായി ആ കഥ അങ്ങോട്ട് കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ 2 കണ്ണും അങ്ങോട്ട് നിറഞ്ഞിട്ട് വണ്ടി എറണാകുളം സിറ്റിയിലൂടെയാണ് ഓടിക്കുന്നത്. അവിടുത്തെ ട്രാഫിക് ജാം അറിയാമല്ലോ. ആ ട്രാഫിക് ജാമിലൂടെ വണ്ടി ഓടിക്കാൻ സുഖമായിട്ട് വണ്ടി ഓടിക്കുക. 2 കണ്ണും 4 ചാലുകൾ കയറിയ പോലെ കണ്ണുനീരിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുക. കുറേ കാലം കൂടിയിട്ട് ആ അനുഭവം ഉണ്ടായത്. എന്തൊരു സുഖ. എന്നാൽ ഈ സമയക്കുറവ് കൊണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, 12:45 മുതൽ 1 മണി വരെയുള്ള ചെറിയ ഷോർട്ട് ടൈമിൽ ആ ഭരതയോഗീശ്വരൻ്റെ കഥ, ആ ആൺകുട്ടിയുടെ കഥയും ഭരതയോഗീശ്വരൻ്റെ കഥയൊക്കെ വളരെ എളുപ്പം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുക ചെയ്തത്. പക്ഷേ ആ ഭരതയോഗീശ്വരൻ്റെ കഥ അങ്ങോട്ട് കേട്ടപ്പോൾ എന്തിനെന്നറിയാതെ ശരീരം മുഴുവൻ അങ്ങോട്ട് പൂത്തുകീറുക, കണ്ണ് നിറഞ്ഞൊഴുക. കുട്ടിക്കാലം മുതലേ ഈ അനുഭവമുണ്ട്. ഇതെനിക്ക് മാത്രമുള്ള അനുഭവമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഈ അനുഭവമാണ് നിങ്ങൾ ഓരോരുത്തരെയും ഇവിടെ കൊണ്ടുവന്നിരുന്നത്. എന്തിനെന്നറിയാതെ ഒരു കാരണവുമില്ലാതെ ആ ശകടാസുരൻ്റെ ആ ശകടമൊന്ന് ഭഗവാന്റെ ആ പിഞ്ചുപാദമൊന്ന് സ്പർശിച്ചപ്പോൾ ആ ശകടം അങ്ങനെ തെറിച്ചങ്ങോട്ട് പോയി.
തവിട്ട് പൊടിയായി താഴത്ത് വീണു. ആ തടിയുള്ള കുറച്ച് തടിച്ചിട്ടുള്ള സ്ത്രീയാ യശോദാമ്മ. ഓടി ഇങ്ങോട്ട് വന്ന് കുഞ്ഞിനെ മാറോടങ്ങ് ചേർത്തു. എന്നിട്ട് തൻ്റെ ഉണ്ണിക്കണ്ണൻ എന്തെങ്കിലും പറ്റിയോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ആ ആശ്ലിഷ്ടങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു എന്നങ്ങോട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സൊക്കെ അങ്ങോട്ട് എന്തെന്നില്ലാത്തൊരു അനുഭൂതിയുടെ തലത്തിലേക്ക് നമ്മൾ അറിയാതെ ഉണരുക. ഇതാണ് ഭാഗവതത്തിൻ്റെ ഗ്രന്ഥകാരന്മാരുടെ അത്യത്ഭുതകരമായ രചനാവൈഭവം. ഇത് സമാധി ഭാഷയാണ്. ഭാഗവതത്തിൻ്റെ ഭാഷ സമാധി ഭാഷയാണ്. ഭാഗവതം എത്ര ദിവസം എത്ര ആചാര്യന്മാർ വന്ന് ഇവിടെ നിന്ന് പറഞ്ഞാലും ഒന്ന് സ്പർശിക്കാൻ സാധിക്കുമോ എന്ന് സംശയമാണ്. എന്താ കാരണം? സമാധിയിലിരുന്നു കൊണ്ട് വേണം ഇത് പറയാൻ എന്നാ പറയാ. എന്താ കാരണം? ആ സമാധിയിലേക്ക് ഉണർന്നെഴുന്നേറ്റിട്ട് വേണം ഈ ഭാഗവതം വായിക്കാനും മനനം ചെയ്യാനും ഗ്രഹിക്കാനും കീർത്തിക്കാനും. ഇതിൻ്റെ ഘടന അങ്ങനെയാണ്. ഈ കഥ ഇങ്ങനെ കേട്ടാൽ മതി. ഈ ശ്ലോകം ഇനിയിപ്പോൾ സംസ്കൃത ശ്ലോകം വായിക്കുകയാണ് കരുതുക, സംസ്കൃതം അറിയില്ല എന്നാലും വിഷമിക്കേണ്ട, കണ്ണടച്ചിരിക്കുക, കണ്ണടച്ചിരുന്ന് കേൾക്കുക. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ ചെയ്യുന്ന സൂത്രം കേട്ടോ പറഞ്ഞു തരണേ, അത് വേണമല്ലോ പറഞ്ഞുതരാൻ. കണ്ണടച്ച് ഒന്നും മനസ്സിലാവില്ല, എന്നാലും എന്താ വേദമന്ത്രോച്ചാരണങ്ങളാ. എന്താ? ചാന്തോക്യം, തൈത്തിരീയം, ബൃഹദാരണ്യം, 3 ഉപനിഷത്തുക്കളെ കടഞ്ഞെടുത്ത് അതിൻ്റെ ഫലമാണ് ഭാഗവതം. ദശോപനിഷത്തുക്കളുടെയും ഫലം കടഞ്ഞെടുത്ത് നല്ല മാമ്പഴം പോലെയാണ് ഭാഗവതമാകുന്ന അമൃതഫലം നമുക്ക് നൽകിയിരിക്കുന്നത്. എത്രയാ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം എന്ന് സാധ്യമല്ല. എത്ര ഇരുന്ന് വർണ്ണിച്ചാലും അതിൻ്റെ മഹിമകളും ഗുണങ്ങളും വർണ്ണിക്കാൻ സാധ്യമല്ല. നമസ്കാരം. ഇവിടെ കണ്ടത് അത്രയ്ക്കുണ്ട്. ആ ഫലം അങ്ങനെ ഈർമ്പി കുടിക്കും തോറും അതിൻ്റെ രസം ഇങ്ങനെ, രസത്തിൻ്റെ ആസ്വാദന സ്വാദ് ഇങ്ങനെ വർദ്ധിച്ച് നമ്മളെ ഡിസോൾവ് ചെയ്യിച്ച് കളയും. നമ്മൾ പോലും അറിയാതെ നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടു പോവും. അതാണ് ഭാഗവതം. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടു പോവും എന്തിനെന്നറിയാതെ. അതല്ലേ വാസ്തവം? അതാണ് സത്യം. അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഈ പ്രഭാഷണത്തിനായിട്ട് പോകേണ്ട ഇനി യോഗം വരുമ്പോൾ ഞാൻ നോക്കും ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടോ. കുട്ടിക്കാലത്തേ വന്നിരിക്കാനുള്ളൊരു ഭാഗ്യം ജന്മവാസന കിട്ടിയത് കൊണ്ടാണ്. എന്നോട് ചോദിക്കുക, പറയാം എന്താ ജന്മഭാഗ്യം? കുട്ടിക്കാലം മുതലേ ആര് ഭാഗവതം പറഞ്ഞാൽ ആര് പറയുന്നതെന്നൊന്നും നോക്കില്ല. പിന്നെ ഇടക്കാലത്ത് ഈ വേദാന്ത വിചാരം തലയ്ക്ക് പിടിച്ചു. ഫിലോസഫി ഒരുപാട് പുസ്തകങ്ങൾ വായിക്കായിരുന്നു, ഒരുപാട് ഗ്രന്ഥങ്ങൾ. ഇപ്പം അതൊക്കെ ഉപേക്ഷിച്ചു. ഈ പുസ്തകങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല വേദാന്തം പറയുന്നവരുടെ മാത്രമേ കേൾക്കുകയുള്ളൂ എന്നുള്ളൊരു കാരണം. എന്താ? ഈ കഥയൊന്നും പറഞ്ഞാലൊന്നും വലിയ കഥയൊന്നുമില്ല, അതിലൊന്നും ഒരു കാര്യമില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ശാസ്ത്രീയമാണ്. അപ്പോൾ വേദാന്തം പറയുന്ന ആ അദ്വൈത സിദ്ധാന്തം പറയുന്ന ആചാര്യന്മാരോടായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് കിട്ടിയാലേ പോയിരുന്ന് കേൾക്കുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ നിന്ന് വേഗം കടന്നു പോകും. പുതുതായിട്ടൊന്നും കിട്ടാനില്ലോ, ഇങ്ങനെയുള്ളൊരു സ്വാർത്ഥത കടന്നുകൂടിയിരുന്നു. അപ്പോൾ കുറേ കാലം പോയില്ല. അങ്ങനെയാണ് പാലേലി മാഷിൻ്റെ മുമ്പിൽ പോയി പെട്ടത്. പാലേലി മാഷ് പറയുന്നത് കേട്ടപ്പോഴേ എന്തെന്നില്ലാത്തൊരാകർഷണം തോന്നി. എന്താ കാരണം എന്നറിയോ? പറയുന്നത് ആചരിക്കുന്ന ആളായിരുന്നു പാലേലി ഗുരുനാഥൻ. പ്രഭാഷണം കഴിഞ്ഞ് അപ്പം വേദി വിട്ടു പോവും. ഒരാളോടും ഒരു അറ്റാച്ച്മെൻറ്റും അദ്ദേഹം ആചരിക്കുന്ന ആചാര്യനായിരുന്നു എൻ്റെ ഗുരുനാഥൻ. എൻ്റെ വലിയൊരു ഭാഗ്യം പാലേലി ഗുരുനാഥനുമായ സമ്പർക്കം. ഭാഗവതത്തിൻ്റെ ഒരു മഹിമ തന്നെ എന്താ? ഭക്തിയുടെയും സത്സംഗത്തിൻ്റെയും മഹിമയാണ് വേദവ്യാസ മഹർഷിയോട് വർണ്ണിക്കാനായിട്ട് നാരദ മഹർഷി പറഞ്ഞത്. സത്സംഗത്തിൻ്റെ മഹിമ അതിന് പറയുന്നത് ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്നാ പറയാ, സ്പർശമണി. ആ സ്പർശം, ആ കാരുണ്യപൂർണമായ കടാക്ഷം ഗുരുനാഥന്മാരുടെ നമ്മുടെ മേൽ വീണാൽ മതി, നമ്മുടെ മനസ്സും നിവൃത്തിധർമ്മത്തിലേക്ക് തിരിയും. പ്രവൃത്തിധർമ്മവും നിവൃത്തിധർമ്മവും. നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അരുതേ എന്ന് പറയുന്ന ഒരു ഇൻറ്റ്യൂഷൻ വരുന്നുണ്ട്. അതാണ് നിവൃത്തിധർമ്മം. നമ്മൾ പലപ്പോഴും അത് കേൾക്കാറില്ല. ഞാനീ പറഞ്ഞത് വിവേകാനന്ദ സ്വാമിയുടെ വാക്കാ. ജ്ഞാനയോഗത്തെക്കുറിച്ച് വിവേകാനന്ദ സ്വാമി ബ്രിട്ടനിൽ 3 പ്രസംഗം നടത്തി. ആ 3 പ്രസംഗത്തിൽ വിവേകാനന്ദ സ്വാമി അടിച്ചുറപ്പിച്ച് പറയാ, നമ്മുടെ ഉള്ളിൽ നിന്ന് മതം എവിടെയാണ് ആരംഭിക്കുക? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങളോട് മന്ത്രിക്കുന്നുണ്ടാവും, അരുതേ, അത് ചെയ്യരുതേ. അത് കേൾക്കലാണ് മതത്തിൻ്റെ ആരംഭം, ആധ്യാത്മികതയുടെ ആരംഭമെന്ന് വിവേകാനന്ദ സ്വാമി അടിച്ചുറപ്പിച്ച് പറയുന്നുണ്ട്. ഇതുപോലെ ഓരോ പ്രവൃത്തിയിലേക്ക് പോകുമ്പോഴും, ഓരോ ചിന്ത ഉടലെടുക്കുമ്പോഴും, പ്രവൃത്തിയല്ല, ഓരോ ചിന്തയും പൊട്ടിപ്പുറപ്പെടുമ്പോഴും ആ ചിന്ത എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നത്, ആ ചിന്തയുടെ പിന്നിലുള്ള സങ്കല്പം എന്താണ് എന്ന് വിവേകപൂർവം ചിന്തിക്കുക എന്നുള്ളതാണ് വിവേക, വിജ്ഞാന, വൈരാഗ്യ എന്ന് പറയുന്ന ഭാഗവതത്തിൻ്റെ അടിസ്ഥാനം. ഈ വിവേകം വളർന്നാൽ ഇതാണ് 6ാമത്തെ കണ്ണ്, ആജ്ഞാചക്രം, മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്.
ആ വിവേകം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടാൻ പോവില്ല. പ്രത്യേകിച്ചും ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എൻ്റെ ഗുരുനാഥൻ പറയും, എന്താ നിവൃത്തി ധർമ്മത്തിലേക്ക് മനസ്സ് തിരിച്ചോളുക. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ 50 വയസ്സും 60 വയസ്സും 70 വയസ്സായാലും ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ആചാര്യൻ പറയണ്ടായിരുന്നു, എന്താ പേരക്കുട്ടികളെ നോക്കുക, അവരെ സ്കൂളിൽ കൊണ്ടാക്കുക, പ്രാരബ്ധത്തിൽ പെട്ടുഴലുകയാണ് മിക്ക മാതാപിതാക്കളുടെയും അവസ്ഥ, അല്ലേ? ഇതൊരു തെറ്റൊന്നുമല്ല, പക്ഷെ അവസ്ഥ അതാ. പക്ഷേ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ അങ്ങനെയാ പറയാ, ധർമ്മം അർത്ഥം കാമം മോക്ഷം, ഈ 4 പുരുഷാർത്ഥങ്ങളിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പതിയെ സന്യസിക്കാനായിട്ട് തയ്യാറാവണം. വാനപ്രസ്ഥം കഴിഞ്ഞിട്ടാ ഭാഗവതത്തില് സന്യാസത്തെക്കുറിച്ച് ഏകാദശ സ്കന്ധത്തിലൊക്കെ എത്ര മനോഹരമായിട്ടാണ് വർണ്ണിച്ചേക്കണമെന്ന് അറിയാമോ? സന്യാസം എന്ന് പറഞ്ഞാൽ കാവ്യവേഷം ധരിക്കുക എന്നുള്ളതല്ല, എല്ലാറ്റിനെയും മനസ്സുകൊണ്ട് ത്യജിക്കുക. സർവകർമ്മ പ്രതിഫല ത്യാഗമാണ് സന്യാസം. ഭാഗവതത്തിലെ ഉദ്ധവോപദേശത്തിൽ ഭഗവാൻ പറഞ്ഞ ഒരൊറ്റ വാക്കി പറയാം, സർവ കർമ്മ പ്രതിഫല ത്യാഗമാണ് സന്യാസം. സർവകർമ്മങ്ങളുടെയും പ്രതിഫലത്തെ, കർമ്മം ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ല, സർവകർമ്മത്തിൻ്റെയും പ്രതിഫലത്തെ ഇതെൻ്റെ അല്ല, ഇതം ന മമ. അതാണ് എൻ്റെ ഗുരുനാഥൻ പറയുക, ഇതം ന മമ. എപ്പോഴും പറയും ഇതം ന മമ. ഗുരുനാഥന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശ്ലോകമാണ്, ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. എപ്പോഴും അത് ചൊല്ലിക്കൊണ്ടിരിക്കും ഗുരുനാഥൻ, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അത്. ഇതിങ്ങനെ നിരന്തരം കൺസോളിഡേറ്റ് ചെയ്യുക. അന്ന് എനിക്കത് അത്ര മനസ്സിലായില്ല. 29 വയസ്സ് 30 വയസ്സിലൊക്കെ ഗുരുനാഥനോടുള്ള സമ്പർക്കം ചെയ്യുമ്പോൾ ഗുരുനാഥൻ്റെ ഇല്ലത്ത്, ഈ എടനാട് ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഇല്ലം, അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് പോകുമ്പോൾ ഉച്ചയ്ക്കൊക്കെ ചില്ല 2 മണിക്കൊക്കെ ഞാൻ ഓഫീസ് വിട്ടാൽ ഓടി വിടും. ഒരു കാവുമുണ്ട് എടുത്ത് വണ്ടിയിലിട്ടുണ്ടാവും. എന്നിട്ട് നേരെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ കാവുമുണ്ട് എടുത്ത് നേരെ ഇല്ലത്തേക്ക് കയറി ചെല്ലും. അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ വിദൂരതയിലേക്ക് കണ്ണും നട്ടായിരിക്കുക. കൈ ഇങ്ങനെ 5ഉം കൂട്ടി പിടിക്കും. പിന്നീട് എനിക്ക് മനസ്സിലായത് ഈ 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പിടുത്താ. ഈ 5 കൈ അങ്ങോട്ട് കൂട്ടി പിടിക്കും, നെഞ്ചോട് ചേർത്ത് പിടിക്കും, അല്ലെങ്കിൽ തലയുടെ ശിരസിൻ്റെ പുറകിൽ പിടിക്കും. എന്നിട്ട് പതുക്കെ മലർന്ന് കിടക്കുന്നുണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാദ നമസ്കാരം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറയും. കൂടുതൽ സ്നേഹവും വാത്സല്യവും അതൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്തൊന്നും മൈൻഡ് പോലും ചെയ്തിരുന്നില്ല. ഞാനിങ്ങനെ പുറകെ നടക്കുമായിരുന്നു, പുറകെ കൂടുമായിരുന്നു, മൈൻഡ് പോലും ചെയ്യില്ല. കുറേ കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലും വാ തുറന്നൊന്നും സംസാരിക്കുക പാലേലി മാഷ്. പക്ഷെ എനിക്കെന്തോ എന്തെന്നില്ലാത്തൊരാകർഷണമായിരുന്നു. ഇദ്ദേഹത്തിൽ എന്തോ ഉണ്ട് എന്നൊരു തോന്നലായിരുന്നു. ആ ഏകാദശ സ്കന്ധത്തിൻ്റെ പതിപ്പുകളെല്ലാം തന്നെ കഥകളായിട്ട് എഴുതിയിട്ട് അതിൻ്റെ ഈ എഴുത്ത് പതിപ്പില്ലേ, നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പുള്ള ആ കയ്യെഴുത്ത് പ്രതിയൊക്കെ വരും, ചെല്ലുമ്പോൾ പറയും ഇതെടുത്ത് വായിക്കൂ എന്നും പറഞ്ഞ് കയ്യിലേക്ക് തരും. അതിങ്ങനെ ആ മൂലയ്ക്ക് ആ വരാന്തയിലിരുന്ന് അതെടുത്ത് വായിക്കാനൊക്കെ ഉള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഗുരുനാഥൻ പറയും, ഇങ്ങനെ നിശബ്ദമായിട്ടെന്ന് പറയും, എന്തൊരു സുഖ, വെറുതെ പറയാം, എന്തൊരു സുഖ. അന്ന് എനിക്കത് മനസ്സിലായില്ല, അന്ന് മനസ്സിലായില്ല. ഇപ്പോഴാണ് കുറേശ്ശെ വെളിവായി തുടങ്ങിയത്. ഗുരുനാഥൻ പറയും എന്തൊരു സുഖ എന്ന് പറയും. എന്താ കാരണം? അകാരണമായി അന്യാപേക്ഷ കൂടാതെ തൻ്റെ ഉള്ളിൽ തന്നെ ആ സുഖം, ആ ബോധം ശരീരവുമായി ബ്ലെൻഡ് ചെയ്യുക എന്ന് പറയും. സയൻറ്റിഫിക്കലി പറഞ്ഞാൽ ബോധം ശരീരത്തിലേക്ക് ഗംഗാധരനായി ശിരസിലൂടെ പ്രവഹിച്ച് അകത്തേക്ക് ഒഴുകുമ്പോൾ തന്നെ ഈ ആനന്ദം, നേരത്തെ പറഞ്ഞ 1000 പെറ്റൽസ് തനി താമര ഇങ്ങനെ വിടരുന്ന പോലെ സുഖം തൻ്റെ ശിരസിൽ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. ഓരോ ശ്വാസവും കടന്നു പോകുമ്പോൾ ഓർഗാസം പോലെ, രതിസുഖം പോലെ ആനന്ദം നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. നമ്മൾ അനുഭവിക്കാറുണ്ടോ? ഓരോ ശ്വാസവും അകത്തേക്ക് പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും എന്തൊരു സുഖാന്നറിയോ? എന്തൊരു സുഖ. അത് കിട്ടുമ്പോഴാണ് മനസ്സിലാവോ, അയ്യോ ഇത്രയും കാലം വെറുതെ പോയല്ലോ എന്ന്. ആ സുഖം അനുഭവിക്കാനായിട്ട് ഗുരുവായൂരപ്പൻ ഇത് ഒരു പൈസയും ചെലവില്ല, ഒന്നും വേണ്ട, ഇങ്ങനെ തെളിവെള്ളം പോലെ ഇങ്ങനെ കോരി ഒഴിച്ച് തരിക ഗുരുവായൂരപ്പൻ ഈ സുഖം നമ്മുടെ ഉള്ളിലേക്ക്, ആ ബോധസ്വരൂപനായ ഭഗവാനിലേക്ക്. അകത്തേക്കൊന്ന് നോക്കിയാൽ മതി, ഈ സുഖം ഇങ്ങനെ അനുഭവിക്കാം. എന്നിട്ട് ഇത് അനുഭവിച്ചറിയാനായിട്ട് കിട്ടിയ മനുഷ്യജന്മം തിരിച്ചറിയാതെ, തിരിച്ചറിവിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്യാതെ വിഷയസുഖങ്ങളിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഓടി 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 പോവുകയാണ്. നേരത്തെ പറഞ്ഞ വാക്കും കൂടെ ഒന്ന് ഉറപ്പിച്ചേക്കാം. തത്വത്തിൽ ആരൂഢനാവുക എന്ന് പറഞ്ഞാൽ, ആരൂഢം, നമ്മളിപ്പോൾ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോകുന്ന കാലമാണല്ലോ. ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ ആരൂഢം മറയ്ക്കപ്പെട്ടു എന്നൊക്കെ പറയാം അല്ലേ. ആരൂഢം എന്ന് പറഞ്ഞാൽ കേന്ദ്രം എന്നാണ് പറയാം. അവർ 2, 6, 8, 12 ഇങ്ങനെ രാശികളൊക്കെ നോക്കി. എനിക്ക് ജ്യോത്സ്യം വലിയ നിശ്ചയമില്ല, കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അത് വെച്ച് അവർ പറയും നമുക്കിപ്പോൾ ദുരിതകാലമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. ഈ ആരൂഢം എന്ന് പറഞ്ഞാൽ തത്വാരൂഢനാവുക എന്ന് പറഞ്ഞാൽ, ആ വാക്കെടുക്കുക, തത്വാരൂഢനാവുക എന്ന് പറഞ്ഞാൽ തത്വത്തിൽ
പ്രതിഷ്ഠിതനാവുക, തത്വ അനുഭൂതി ഉണ്ടാവുക എന്നാണ്. ആ ഒരു അനുഭൂതിയുടെ തലത്തിലേക്ക് അർജുനനെ ഉയർത്തുക എന്നുള്ളതായിരുന്നു സന്താനഗോപാലം കഥയിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനന് നൽകിയത്. ആ വിശ്വരൂപത്തെ ഭഗവത്ഗീതയിൽ കാണിച്ചു കൊടുത്തു. അതിനു മുൻപ് ഇവിടെ ആ വൈകുണ്ഠമൂർത്തിയായ ശ്രീകൃഷ്ണ പരമാത്മാവ് ആ വൈഷ്ണവമൂർത്തിയുടെ പരമമായ ജ്യോതിസിനെയും അർജുനന് കാണിച്ചു കൊടുത്തു. അർജുനന് താൻ തന്നെയാണ് അത് എന്ന് തിരിച്ചറിയാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ കഥയുടെ സാരം. ഇനി ഒരു കാര്യം കൂടി ഭക്തന്മാരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. സത്വം, രജസ്, തമസ് എന്നൊക്കെ പറയുമ്പോൾ ഗുണങ്ങൾ മൂന്നും ഏറ്റവും മുകളിൽ സത്വഗുണം, അതിന് താഴെ രജോഗുണം, അതിന് താഴെയാണ് തമോ ഗുണം എന്നൊന്നും ധരിച്ചേക്കരുത്. ഈ 3 ഗുണങ്ങളും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം മനസ്സിനെ പഠിക്കാൻ വേണ്ടി നമ്മൾ ശബ്ദത്തിൻ്റെ പുറകെയും പദത്തിൻ്റെ പുറകെയും പോകരുത്. തത്വത്തിൻ്റെ പുറകെ മാത്രമേ മനസ്സ് ചലിപ്പിക്കാൻ പാടുള്ളൂ. തത്വത്തിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഗുരുനാഥനോട് പോയി ചോദിക്കുകയായിരുന്നു, ഈ മനസ്സെന്ന് പറയുന്നതും ആത്മാവെന്ന് പറയുന്നതും 2 ശബ്ദമാണല്ലോ. ഗുരുനാഥൻ അതിന് വളരെ സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞു തരും. ഗുണകാമങ്ങൾ വിട്ടൊഴിഞ്ഞ മനസ്സാണ് ആത്മൻ. ഇത്ര സിമ്പിളായിട്ട് ഗുരുനാഥൻ പറഞ്ഞു തരുന്നറിയോ? ഗുണകാമങ്ങൾ വിട്ടൊഴിഞ്ഞ മനസ്സാണ് ആത്മാവ്. സിമ്പിളായി. ഗുണവും കാമവും എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുള്ളൂ, പരിപൂർണമായ കളങ്കം മുഴുവൻ അവിടെ കഴുകിക്കളഞ്ഞാൽ നിഷ്കളങ്കമായിട്ട് ആ ആത്മസ്ഫുരണം, ആ ഞാനെന്ന് പറഞ്ഞ് നമുക്കിപ്പോൾ സ്ഫുരിക്കുന്നില്ലേ, ഞാൻ 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 അതിന് അധ്യാസം ചെയ്ത് ശരീരത്തിലേക്ക് ഘടിപ്പിച്ചിട്ട് പറയും ഞാൻ മഞ്ഞുമ്മൽ ഉണ്ണികൃഷ്ണനാണെന്ന് പറയും. അതിന് അധ്യാസം ചെയ്യുക എന്ന് പറയാം, ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറയും. നമ്മളതാ ചെയ്തിരിക്കണേ. ശരീരത്തെ യന്ത്രത്തെ പിടിച്ചു, യന്ത്രിയെ മറന്നുപോയി. അപ്പം യന്ത്രത്തെ നിരന്തരം ഓർക്കുകയാണെങ്കിൽ യന്ത്രിയെ നിരന്തരം ഓർക്കുക. ഗുരുവായൂരപ്പൻ അതാണ് നിരന്തരം. ആചാര്യന്മാർ പറയും ഇതൊന്നും മനസ്സിലാക്കണ്ട, ഇതിൻ്റെ ശാസ്ത്രീയമായ വശം ഒന്നും അനുഭവിക്കണ്ട. ഇതിൻ്റെ ഈ പറഞ്ഞ നമ്മളെ ശിരസിനെ കുറിച്ച് കുറേ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കണ്ട് കുറേ ഗ്രന്ഥങ്ങളിലൂടെയും കുറേ മണ്ഡലങ്ങളിലൂടെയും കുറേ പ്രസംഗങ്ങളുടെയൊക്കെ പുറകെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ് ഇതൊന്നും അറിയാതിരിക്കുക ഭേദം. ഒന്നും ശാസ്ത്രീയമായിട്ട് അന്വേഷിക്കേണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. നിഷ്കളങ്കമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് പൂർണ്ണ ബോധത്തോടു കൂടി നാരായണനാമം ജപിച്ചാൽ മതി. അത് മാത്രം ചെയ്താൽ മതി. ഈ പറഞ്ഞ അപരോക്ഷ അനുഭൂതിയൊക്കെ ഭഗവാൻ എത്തിക്കേണ്ടിടത്ത് ഭഗവാൻ സുഖമായിട്ട് എത്തിക്കും. സർവധർമാൻ പരിത്യജ്യ, എല്ലാ ധർമ്മവും ശരീരധർമ്മവും. വിവേകാനന്ദ സ്വാമിയുടെയൊക്കെ എത്ര കഥകളാണ് മനസ്സങ്ങനെ പായുക. വിവേകാനന്ദ സ്വാമിയുടെയൊക്കെ ജീവിത ചരിത്രത്തെ പഠിച്ചു നോക്കണം. ഒന്നുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ആ പരിവ്രാജ കാലഘട്ടം ഒന്നും എടുത്ത് പഠിച്ചു നോക്കണം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു നോർത്ത് ഇന്ത്യയിൽ. ഈ സർവധർമാൻ പരിത്യജ്യയുടെ ഒരു ഉദാഹരണം പറയാം, അനുഭവം പറയാം. വിവേകാനന്ദ സ്വാമി യാത്ര ചെയ്യുക. അന്ന് വിവേകാനന്ദ സ്വാമി ആയിട്ടില്ല. ചിക്കാഗോ അഡ്രസ്സ് കഴിഞ്ഞപ്പോഴാണ് വിവേകാനന്ദ സ്വാമി ആയത്. അദ്ദേഹം ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാഷായ വേഷവും സന്യാസ വേഷമൊക്കെ കണ്ടപ്പോൾ ട്രെയിനിൽ അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന അഭ്യസ്ത വിദ്യനായ, വിദ്യാഭ്യാസം വരുമ്പോൾ എന്തുണ്ടാവും? അഹങ്കാരം ഉണ്ടാവും. അമ്മയ്ക്ക് കറക്റ്റ് മനസ്സിലായി. ആ നല്ല ധനമൊക്കെ ഉണ്ടായി, നല്ല വിദ്യാഭ്യാസവും അഹങ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുടുംബമായിട്ട് യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെപ്പോലെ അഭ്യസ്ത വിദ്യന്മാരായ യുവാക്കൾ വല്ല ജോലി ചെയ്ത് ജീവിച്ചൂടെ? യാചക വൃത്തി പോലും ചെയ്യാണ്ട് ഇങ്ങനെ കാഷായ വേഷം ധരിച്ച് സന്യാസികളെ പോലും അപമാനിക്കാനായിട്ട് ചെറുപ്പക്കാരൻ 22-23 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്ത് നടക്കുകയാണ് എന്ന് പറഞ്ഞ് സ്വാമിജിയെ പറയാത്ത ചീത്തയ്ക്ക് കയ്യും കണക്കൂല. ഈ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ 10 മിനിറ്റ് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും അങ്ങോട്ട് എനർജറ്റിക് ആവാൻ തുടങ്ങും. അപ്പോൾ ഈ എനർജി അങ്ങോട്ട് വന്ന് അങ്ങോട്ട് കുത്താൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു രൂപം ഉണ്ടാവില്ല. ഇദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തെ അങ്ങോട്ട് ആത്മനിന്ദ ചെയ്ത് അങ്ങോട്ട് സംസാരിച്ചു. എന്നിട്ട് സ്വാമിജിക്ക് കയ്യിൽ 10 പൈസ ഇല്ലാണ്ടാ യാത്ര ചെയ്യണത്, ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ഇദ്ദേഹം വളരെ വിഭവസമൃദ്ധമായ ആഹാരം അങ്ങോട്ട് കഴിച്ചു. സ്വാമിജിയോട് വേണോ എന്ന് പോലും ഉണ്ടായ സംഭവമുണ്ടോ ഈ പറയണേ. വിവേകാനന്ദ സാഹിത്യ സർവസ്വം വിവേകാനന്ദ സ്വാമിയുടെ ചരിത്രമൊക്കെ പഠിച്ചാൽ അറിയാം. വേണോന്ന് പോലും സ്വാമിജിയോട് ചോദിച്ചില്ല. സ്വാമിജി അക്ഷോഭ്യനാണ്. എന്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നാലും അനക്കമില്ല. നമ്മുടെ ഭരതോപാഖ്യാനത്തിലെ ഭരതയോഗീശ്വരൻ്റെ പോലെയാ. കരിമ്പാറ പോലെ, സിംഹത്തെ പോലെ ആ ശക്തിയുള്ള ആളും പ്രാവിനെ പോലെ നിഷ്കളങ്കതയുള്ള ആളുമാണ് വിവേകാനന്ദ സ്വാമി. ഈ വാക്കിലുണ്ട്. സിംഹതുല്യ വീരപരാക്രമമാണ്, പക്ഷെ പ്രാവിനെ പോലെ ഉള്ള നിഷ്കളങ്കവുമാണ് സ്വാമിജിയുടെ. സ്വാമിജി അനങ്ങാതെ അവിടെ ഇരുന്നു. ട്രെയിൻ പതുക്കെ ആന്ധ്രാപ്രദേശിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. ട്രെയിൻ അടുത്ത സ്റ്റേഷനിൽ വന്ന് നിന്നു. സ്വാമിജി ആദ്യമായിട്ടാണ് ആ സ്റ്റേഷനിൽ കൂടെ കടന്നു പോണേ.
പെട്ടെന്ന് ആ സ്റ്റേഷനിൽ വന്നപ്പോൾ ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി. ആ സ്റ്റേഷനിൽ വർഷങ്ങളായിട്ട് ചായക്കട നടത്തി പലഹാരം വിറ്റ് ഉപജീവനം നടത്തുന്ന ഒരു ചായക്കടക്കാരൻ ഈ ട്രെയിനിൻ്റെ അകത്ത് ഇങ്ങനെ നോക്കി നടക്കുക. ഒരാൾ ഇങ്ങനെ, ഇതാണ് സിനിമ പോലെ ഇങ്ങനെ ഓടി നടക്കുക. സ്വാമിജിയുടെ കമ്പാർട്ട്മെന്റിന്റെ അവിടെ എത്തി സ്വാമിജിയുടെ മുഖം കണ്ടതും ഇദ്ദേഹം ഓടി അകത്തേക്ക് അങ്ങോട്ട് ചെന്നു. രാം 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 മഹാരാജ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ കാലിൽ അങ്ങോട്ട് നമസ്കരിക്കുക. സ്വാമിജി ആദ്യമായിട്ടാണ് ആ സ്റ്റേഷനിൽ കൂടെ കടന്നു പോണേ. ഇദ്ദേഹം അങ്ങോട്ട് നമസ്കരിച്ചു. അപ്പൊ സ്വാമിജി ആകെ ഒന്ന് ഞെട്ടി. ഇതെന്താന്ന് പിടികിട്ടണില്ല. ഒരു പരിചയമില്ലാത്ത ആൾ ട്രെയിൻ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് ട്രെയിനിൻ്റെ അകത്തേക്ക് കയറുക, വന്ന് നമസ്കരിക്കുക. എന്നിട്ട് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹങ്ങളുടെ വിഭവസമൃദ്ധമായ ഇഡലി, പൂരി, ജിലേബി, അത് ചായ കുടിച്ചു കഴിഞ്ഞാൽ ജിലേബി എന്ന് വേണ്ട സകലവിധ സന്നാഹങ്ങളോടും കൂടി അദ്ദേഹത്തിന് വിഭവസമൃദ്ധമായിട്ട് ആഹാരം കൊണ്ടുവന്ന് കൊടുക്കുക. നമ്മുടെ നേരത്തെ ആത്മനിന്ദ ചെയ്ത ആ സഹയാത്രികനും ഈ രംഗം മുഴുവൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയല്ലോ, ട്രെയിൻ യാത്ര ഒരു അനുഭവം അല്ലേ നമുക്കും അല്ലേ, പരിചയമില്ലാത്തവരോടൊപ്പം നമ്മൾ പരിചയമില്ലാത്ത മുഖങ്ങളോടൊപ്പം യാത്ര ചെയ്യുമ്പോഴൊരു അനുഭവമാണത്. ഇവരും ഇതിങ്ങനെ നോക്കി നിൽക്കുക, എന്താന്ന് മനസ്സിലാവണില്ല. ഇങ്ങനെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ കഴിപ്പിക്കുക. അപ്പോൾ സ്വാമിജി എന്താ ഇത്, എനിക്ക് മനസ്സിലായില്ല, ഞാൻ അങ്ങേ അറിയില്ല, അങ്ങ് ഇത് ആദ്യം തന്നെ ഭക്ഷണം കഴിക്കുക, അങ്ങ് 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്കിതറിയാം, ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമി എനിക്കൊന്നും അറിയില്ല, ഞാൻ ആകെ കൂടി ഒരു കാര്യം മാത്രം ദിവസവും ചെയ്യാറുണ്ട്. എന്താ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ നാമം നിത്യവും ജപിച്ചുകൊണ്ട് ഞാൻ രാമഭക്തനാണ്. ഇന്നലെ രാത്രി എനിക്കൊരു അത്ഭുതകരമായ ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. എൻ്റെ പ്രഭുവായ ശ്രീരാമസ്വാമി എൻ്റെ മുമ്പിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പരമഭക്തനായ ഒരു ശ്രേഷ്ഠ സന്യാസി നാളെ നിൻ്റെ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനിൽ രാവിലെ കൃത്യസമയം ഇത്ര മണിക്ക് എത്തിച്ചേരും. നീ അദ്ദേഹത്തെ നല്ലവണ്ണം സൽക്കരിക്കുക. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നത്, ഭക്തനെ പ്രസാദിപ്പിക്കുന്നത്, സന്തോഷിപ്പിക്കുന്നത് എന്നെ സന്തോഷിപ്പിക്കുന്നതിന് തുല്യമാണ്. പോരെ? അങ്ങനെ ആലോചിച്ച് നോക്കൂ. ഇതാണ് സ്വാമിജി. അപ്പോൾ തന്നെ അടുത്ത നിമിഷം എന്താ ഉണ്ടായ അനുഭവം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കഥ അങ്ങോട്ട് പറഞ്ഞു തീരില്ല. നമ്മുടെ സഹവാസിയായ അദ്ദേഹത്തെ മോശമായിട്ട് കാണില്ല, അദ്ദേഹത്തിൻ്റെ ഉപാധികൾക്കാണ് ദോഷം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ഈ നേരത്തെ ആത്മനിന്ദ നടത്തിയ സുഹൃത്തില്ലേ, അദ്ദേഹത്തിനെ നമ്മൾ ശത്രുവായിട്ടോ ദുഷ്ടനായിട്ടോ കാണണ്ട. അദ്ദേഹത്തിൻ്റെ മനസ്സിന് മാനസാന്തരം സംഭവിച്ചു. അദ്ദേഹം ഉടൻ തന്നെ സ്വാമിജിയുടെ കാൽക്കലേക്ക് വീണ് നമസ്കരിച്ചു. നോക്കൂ അടുത്ത മാറ്റം. അദ്ദേഹം നമസ്കരിച്ചിട്ട് പറഞ്ഞു, സ്വാമിജി ഞാൻ പറഞ്ഞ നിന്ദാവാക്കുകളൊക്കെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അങ്ങയുടെ മഹത്വവും ഭക്തിയുടെ മഹത്വം, ഭക്തൻ്റെ മഹത്വം, ഭഗവാന്റെ മഹത്വം എനിക്ക് തിരിച്ചറിയാതെ പോയി എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്ന ഒരു അനുഭവം. ഈ അനുഭവമല്ലേ സജ്ജനങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ കഥകളല്ലേ? അവൻ ഏത് പ്രതികൂല സാഹചര്യത്തിലും, ഏത് പ്രതിബന്ധത്തിലും, ഏത് ഇൻ്റർവ്യൂവിന് പോയാലും നല്ല തേജസ്വിയായിരിക്കും. മിക്കവാറും ആഴ്ചയിൽ ഒരുപാട് കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട്. അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. ഓരോരുത്തരും വന്ന് ഇരിക്കണം കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. ഇൻ്റർവ്യൂവിന് വന്നിരിക്കുക നമ്മുടെ മുമ്പിലേ. എനിക്ക് അതിനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൊഫഷനായിരുന്നു എൻ്റേത്. ഇൻ്റർവ്യൂവിന് ഇപ്പോഴും ചെയ്യാറുണ്ട്. ഇൻ്റർവ്യൂവിനൊക്കെ വന്നിരിക്കുമ്പോൾ കയറി ഇരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അയാളുടെ ഏകദേശ ക്യാരക്ടർ, സ്വഭാവം, സ്വത്വഭാവം. വന്ന് നടന്നു വരും ബോഡി ലാംഗ്വേജ് കാണുമ്പോഴേ അറിയാൻ പറ്റും. എന്താ കാരണം? കോൺഷ്യസ് വാക്കിംഗ്, കോൺഷ്യസ് ടോക്കിംഗ്, കോൺഷ്യസ് മൂവ്മെന്റ്, ബോധപൂർവമായ ചലനങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും.